എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. നിൽക്കാം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദ നാരദോ നഗ്നജിത്യൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശം. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മറ്റ് ദോഷങ്ങളും പരിഹാരങ്ങളും 21 മഹാദോഷങ്ങൾ എടുത്തു കഴിഞ്ഞു. ബാക്കി മറ്റ് ദോഷങ്ങളും പരിഹാരങ്ങളും എന്നുള്ള ആ ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുറ്റളവിൻ്റെ, അതായത് മുറികളുടെ ഉൾച്ചുറ്റും വീടിൻ്റെ വെളിയിലത്തെ ചുറ്റളവിന് മുമ്പത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. മുറികളുടെ ഉൾച്ചുറ്റും അതിലുള്ള ദോഷപരിഹാരങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതും പിന്നെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തു, പടങ്ങൾ കാണിക്കുകയും ചെയ്തു എന്നല്ലാതെ നോട്ട് എഴുതിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നോട്ടുകൂടെ നിങ്ങൾക്ക് എഴുതണം. അപ്പോൾ ഇന്നലെ അതാരും പറഞ്ഞതുമില്ല, ഞാനും അത് ഇതങ്ങ് സ്ക്രീൻ കാണിച്ചങ്ങ് പോയി, നോട്ട് എഴുതിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്നും കൂടെ ആ പടം കാണിച്ചു തരാം. നിങ്ങൾ എഴുതി കാണും, ലെക്ചർ നോട്ടായിട്ട് ചിലപ്പോൾ എഴുതി കാണും. എന്നാലും നമ്മൾ അതിൻ്റെ നോട്ടൊന്നും കൂടെ ഒന്ന് ഓടിച്ചു പോകണം. അപ്പോൾ അത് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പടം ഇത് വരച്ചതാണ്. അപ്പം ഇത് സ്ക്രീനിൽ കാണുന്ന മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും ഏത് ആ റൂമിൻ്റെ പടവും എല്ലാവർക്കും കാണാമോ? ഹലോ, സ്ക്രീന് കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ? ആരെയാ സ്ക്രീൻ കാണുന്നില്ല എന്ന് പറഞ്ഞത്? അപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ അവിടുത്തെ തകരാറ് വല്ലതും ആയിരിക്കും, നെറ്റിനോ അത് ഉണ്ടോ നോക്കുക ഒന്നുകൂടെ, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക ഒന്നുകൂടെ. ബാക്കി എല്ലാവർക്കും കാണാം. അപ്പം മുറികളുടെ ഉച്ചയുടെ ദോഷപരിഹാരം നമ്മുടെ ക്ലാസ്സിലെടുത്തതാണ്. അപ്പം പിന്നെ ഇതിപ്പം 360 350, അപ്പം 1500 സെന്റിമീറ്റർ ഉൾച്ചുറ്റ് വന്നു. അത് മരണച്ചുറ്റാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ അതിന്റെ അടുത്ത കേട്ടില്ല. ഹലോ, കേൾക്കുന്നില്ല കേട്ടോ, ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിന് മുന്നേ പഠിപ്പിച്ചതാണ് സാർ ഇപ്പം പറയുന്നത്. അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ചാണ്. പക്ഷെ അതിന്റെ നോട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. എഴുതിയായിരുന്നു. അല്ല, ഒന്നുകൂടെ അതിന്റെ ക്ലിയർ ആയിട്ട് നോട്ട് എഴുതിയിട്ടില്ല, എനിക്ക് ഓർമ്മ. അതായത് മുറികളുടെ ചുറ്റുമുള്ള ദോഷപരിഹാര രീതികൾ, ഇത് ഈ പിന്നെ 340 360. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം 4B പിരമിഡുകൾ വരെ ഇപ്പം ആയിട്ടുണ്ടായിരുന്നു. പിരമിഡ് കാർപോർച്ചിലെ പിരമിഡ് അല്ല, അത് കഴിഞ്ഞ് പിന്നെ ആയി. അതിപ്പം ഇതിലെ ചില ഒന്നുകൂടെ നോട്ട് കറക്റ്റായിട്ട് തരാം. പിരമിഡുകൾ വരെ എഴുതിയെങ്കിൽ പിന്നെ അത് മതി. അപ്പം ഇത് പിന്നെ ഈ ഫിഗറിൽ എന്തെങ്കിലും ഒരു നമ്പർ 1 മറ്റേ 1 മറ്റോ ഇട്ടിട്ട് ഒന്ന് എഴുതിക്കൊള്ളു.
ഈ ഫിഗർ നമ്മൾ പിന്നെ നോക്കണം. അപ്പോൾ അതിന് ഒരു റെഫറൻസ് കൊടുത്തിട്ട് പിന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ എഴുതിക്കൊള്ളൂ. ചിത്രത്തിൽ അത് ഈ ചിത്രമാണ് നോക്കേണ്ടത്. ഇത് കഴിഞ്ഞ 1-2 ചിത്രം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം വരച്ചക്കൊണ്ട് അവിടെ ഒരു 1 ഒരു റെഫറൻസ് കൊടുത്ത് അവിടെ 1 എഴുതിയിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ചിത്രത്തിൽ കാണുന്നത് പോലെ മുറിയുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഭിത്തിയിൽ നിന്നും സാറേ ഈ നോട്ട്സ് എഴുതിയിട്ടുള്ളതാ, ഇത് എഴുതിയിട്ടുള്ളതാ, ഇത് തന്നെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ കാർ പോർച്ച് വരെ ആയി പഠിപ്പിച്ചത്. കാർ പോർച്ച് ആയി അല്ല, എന്തായാലും എനിക്ക് നോട്ട് എഴുതുന്ന സംശയമുണ്ട്. അതപ്പോ എഴുതിയെങ്കിൽ ശരി. ഓക്കെ, നോട്ട്സ് തന്നതാ. ഓക്കെ. അപ്പം സ്ഥാനദോഷമാണ്. സ്ഥാനദോഷം സ്പർശം പിരമിഡ് സ്ഥാപിച്ചതായി. സ്ഥാനദോഷത്തില് മുറികളുടെ സ്ഥാനദോഷത്തിനുള്ള പ്രധാന പരിഹാര മാർഗം സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക എന്നതാണ്. അതൊക്കെ എഴുതിയത് നോട്ട് 5A സ്ഥാനദോഷം എഴുതിയതാ. ഓക്കെ. സാറേ 5I വരെ ആയിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. പക്ഷെ അതിനകത്ത് നോട്ട് ഇടയ്ക്ക് കുറച്ച് എഴുതാനുണ്ടോ സംശയം ഉണ്ടായിരുന്നു എനിക്ക്. നോട്ട് ഇല്ലില്ല, നോട്ട്സ് സാറ് തന്നതല്ല. അതുപോലെ പിന്നെ ഇത് നമ്മളെ മെയിൻ ഗേറ്റിന്റെ ഞാൻ എടുത്തിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ. ഈ പടം നമ്മൾ വരച്ചു. ഈ പടം വരച്ചിട്ട് ഭാരതീയ പാരമ്പര്യ ശ്രദ്ധിക്കുക. ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രം അനുസരിച്ച് വസ്തുവിന്റെ 4 വശത്തുമുള്ള അതിർത്തി 9ആയി ഭാഗിച്ചാൽ പ്രദക്ഷിണമായി വരുന്ന 4ാമത്തെ സ്ഥാനം 4 ദിശകളിലും ഗേറ്റ് വയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. അത് എഴുതിയോ? അതെഴുതിയില്ല സാർ. അപ്പം ഇപ്പൊ ഈ പടത്തിന്റെ താഴെ അപ്പൊ ഇത് റെഫറൻസ് കൊടുത്തിട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഈ പടത്തിന് താഴെ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതാം. എഴുതിക്കോളൂ. ഈ പടം എഴുതിയിട്ട് അതിന് താഴെ അവിടെയാണ് ഞാൻ ഇതുപോലെ എഴുതാവോ. മുമ്പുള്ള എഴുതിയിട്ടുണ്ട്. ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രം അനുസരിച്ച് കുറച്ച് സ്പീഡിൽ എഴുതാൻ നോക്കുക. ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രം അനുസരിച്ച് വസ്തുവിന്റെ 4 വശത്തുമുള്ള അതിർത്തിയെ 9ആയി ഭാഗിച്ചാൽ പ്രദക്ഷിണമായി വരുന്ന 4ാമത്തെ സ്ഥാനം 4 ദിശകളിലും ഗേറ്റ് വയ്ക്കുന്നതിന് 4ാമത്തെ സ്ഥാനം 4 ദിശകളിലും ഗേറ്റ് വയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. 4ാമത്തെ സ്ഥാനം മാത്രം കൊണ്ട് ഗേറ്റിന് ആവശ്യമായ സ്ഥലം കിട്ടിയില്ലെങ്കിൽ കിഴക്ക്, വടക്കു പടിഞ്ഞാറ് എന്നീ ദിശകളിൽ
കിഴക്ക് കോമ അല്ല, കിഴക്ക് കോമ വടക്ക് കോമ പടിഞ്ഞാറ് എന്നാണ്, വടക്ക് പടിഞ്ഞാറെന്നല്ല. കിഴക്ക് കോമ വടക്ക് കോമ പടിഞ്ഞാറ് എന്നീ ദിശകളിൽ കിഴക്ക് കോമ വടക്ക് കോമ പടിഞ്ഞാറ് എന്നീ ദിശകളിൽ മൂന്നാമത്തെ സ്ഥാനത്തും കിഴക്ക് കോമ പടിഞ്ഞാറ് കോമ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് കോമ വടക്ക് കോമ പടിഞ്ഞാറ് എന്നീ ദിശകളിൽ മൂന്നാമത്തെ സ്ഥാനത്തും ഗേറ്റ് സ്ഥാപിക്കുവാൻ നല്ലതാണ്. മൂന്നാമത്തെ സ്ഥാനത്തും ഗേറ്റ് സ്ഥാപിക്കുവാൻ നല്ലതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. തെക്ക് വശത്ത് 4ഉം 6ഉം സ്ഥാനങ്ങളാണ്. തെക്ക് വശത്ത് 4ഉം 6ഉം സ്ഥാനങ്ങളാണ്. തെക്ക് വശത്ത് 4ഉം 6ഉം സ്ഥാനങ്ങളാണ് ഗേറ്റിന് നല്ലത്. തെക്ക് വശത്ത് 4ഉം 6ഉം സ്ഥാനങ്ങളാണ് ഗേറ്റിന് നല്ലത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. 4, 5, 6 എന്നീ സ്ഥാനങ്ങൾ 4, 5, 6 എന്നീ സ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്ത് 4, 5, 6 എന്നീ സ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്തിട്ട് 4, 5, 6 എന്നീ സ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്തിട്ട് തൂണ് 4ലും 6ലും വരുന്നതാണ്. 4, 5, 6 എന്നീ സ്ഥാനങ്ങൾ ഒരുമിച്ചെടുത്തിട്ട് തൂണ് 4ലും 6ലും വരുന്നതാണ് ഉത്തമമായ സ്ഥാനം. തൂണ് 4ലും 6ലും വരുന്നതാണ് ഉത്തമമായ സ്ഥാനം. ഫുൾ സ്റ്റോപ്പ്. തൂണ് 4ലും 6ലും വരുന്നതാണ് ഉത്തമമായ സ്ഥാനം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അഞ്ചാമത്തെ സ്ഥാനമായ യമപദത്തിൽ ഗേറ്റിന്റെ തൂണ് വരുന്നത് ഗേറ്റിന്റെ തൂണ് വരുന്നത് നല്ലതല്ല. അഞ്ചാമത്തെ സ്ഥാനമായ യമപദത്തിൽ ഗേറ്റിന്റെ തൂണ് വരുന്നത് നല്ലതല്ല. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതിക്കോളൂ. ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷൂയിൽ 4 ദിശകളിലുമുള്ള ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷൂയിൽ 4 ദിശകളിലുമുള്ള അധിക ഊർജ ഭാഗങ്ങൾ 4 ദിശകളിലുമുള്ള അധിക ഊർജ ഭാഗങ്ങൾ 4 ദിശകളിലുമുള്ള അധിക ഊർജ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ചിത്രത്തിൽ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റില് ചിത്രത്തിൽ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. അധിക ഊർജ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ചിത്രത്തിൽ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഗേറ്റിന് ഉത്തമമായ സ്ഥാനവും 4 ദിശകളിലുമുള്ള അധിക ഊർജ ഭാഗങ്ങൾ ചിത്രത്തിൽ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. ഗേറ്റിന് ഉത്തമമായ സ്ഥാനവും കോമ ന്യൂന ഊർജ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ചിത്രത്തിൽ മൈനസ് എന്ന് കാണിച്ചിരിക്കുന്നു. ഒരു മൈനസിലൊരു ലൈൻ ഇടുക. മൈനസ്. ചിത്രത്തിൽ മൈനസ് എന്ന് കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. ചിത്രത്തിൽ മൈനസ് എന്ന് കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. ഗേറ്റിന് അധമമായ സ്ഥാനവും ആണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരവും ഫെങ്ഷൂയി പ്രകാരവും ഉത്തമമായിട്ടുള്ള സ്ഥാനങ്ങൾ സംയോജിത വാസ്തുശാസ്ത്രത്തിൽ ഉത്തമ സ്ഥാനങ്ങളാണ്. ഫുൾ സ്റ്റോപ്പ്. സംയോജിത വാസ്തുശാസ്ത്രത്തിൽ ഉത്തമ സ്ഥാനങ്ങളാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ ഈ 2 ശാസ്ത്രങ്ങളിൽ
എന്നാൽ ഈ രണ്ട് ശാസ്ത്രങ്ങളിൽ ഒന്നിൽ ഉത്തമവും മറ്റേതിൽ അധമവുമായിട്ടുള്ള എന്നാൽ ഈ രണ്ട് ശാസ്ത്രങ്ങളിൽ ഒന്നിൽ ഉത്തമവും മറ്റേതിൽ അധമവുമായിട്ടുള്ള സ്ഥാനങ്ങളെ സംയോജിത വാസ്തുശാസ്ത്രത്തിൽ മധ്യമമായിട്ടും ഈ രണ്ട് ശാസ്ത്രങ്ങളിലും അധമമായിട്ടുള്ള സ്ഥാനങ്ങളെ സംയോജിത വാസ്തുശാസ്ത്രത്തിൽ അധമമായും കണക്കാക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. സംയോജിത വാസ്തുശാസ്ത്രത്തിൽ അധമമായും കണക്കാക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതനുസരിച്ച് ഓരോ ദിശയിലും ഉത്തമം, മധ്യമം, അധമം ആയിട്ടുള്ള സ്ഥാനങ്ങൾ അധമം ആയിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് എഴുതുന്നതായിരിക്കുന്നു. അപ്പോൾ അതിന് റെഫറൻസ് കൊടുത്താലും മതി. ഉത്തമം, ഈസ്റ്റ്, ഉത്തമം, മധ്യമം, അധമം. സൗത്ത്, ഉത്തമം, മധ്യമം, അധമം. അതുപോലെ തന്നെ പിന്നെ ഇതതിൻ്റെ കറക്ഷൻസ്. റൈറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ കറക്ഷൻസ് കൊടുക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എഴുതിയാണ്. അതുപോലെ അടുത്തത് വെസ്റ്റ്, ഉത്തമം, മധ്യമം, അധമം. നോർത്ത്, ഉത്തമം, മധ്യമം, അധമം. അതിൻ്റെ കറക്ഷൻസ്. അപ്പോൾ അത് കൊടുത്താണ് ജസ്റ്റ് അത് ആ റെഫറൻസ് മാത്രം കൊടുത്താൽ മതി. അത്രയും കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും തീർന്നിട്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അടുത്തത് പരിഹാര മാർഗങ്ങൾ. എഴുതിക്കോളൂ. ഉത്തമവും മധ്യമവുമായ സ്ഥാനങ്ങളിൽ ഗേറ്റ് വന്നാൽ പരിഹാരം ആവശ്യമില്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അധമമായ സ്ഥാനങ്ങളിൽ വരുന്ന ഗേറ്റിന് തക്കതായ പരിഹാരം ചെയ്ത് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കേണ്ടതാണ്. അത് താഴെ എഴുതിക്കോളൂ. ഗേറ്റ് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കുക. ഒന്നെന്ന് എഴുതി ഗേറ്റ് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കുക. ഈ പടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതാണ്. ഗേറ്റ് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കുക എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് താഴെ വരച്ചിരിക്കുന്ന പടം നമ്മൾ വരച്ചതാണ്. എന്നിട്ട് എഴുതിക്കോളൂ. ആ പടത്തിന് താഴെ എഴുതിക്കോളൂ. ഗേറ്റിന്റെ രണ്ട് തൂണുകളുടെയും ഉള്ളിൽ ഗ്രൗണ്ട് ലെവലിൽ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഗേറ്റിന്റെ രണ്ട് തൂണുകളുടെ ഉള്ളിൽ ഗ്രൗണ്ട് ലെവലിൽ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് പിരമിഡുകൾ സ്ഥാപിക്കണം.
2 പിരമിഡുകൾ സ്ഥാപിക്കണം. രണ്ട് പിരമിഡുകളും, അടുത്ത സെന്റൻസ്, 2 പിരമിഡുകളും പരസ്പരം അഭിമുഖമായിട്ട് വേണം 2 പിരമിഡുകളും പരസ്പരം അഭിമുഖമായിട്ട് വേണം സ്ഥാപിക്കേണ്ടത്. 2 പിരമിഡുകളും പരസ്പരം അഭിമുഖമായിട്ട് വേണം സ്ഥാപിക്കേണ്ടത്. അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി. പിന്നെ 2 പിരമിഡൽ ആർച്ച്. പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുക. എൻഡിങ്. പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുക. രണ്ടാമത്തെ കറക്ഷനാണ്. 2 പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുക. താഴെ എഴുതിക്കൊള്ളുക. തെറ്റായ സ്ഥാനത്ത് ഗേറ്റ് വന്നാൽ അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരമാർഗം പ്രസ്തുത ഗേറ്റിന് മുകളിലായി ശരിയായ രീതിയിലുള്ള പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുക. ഫുൾ സ്റ്റോപ്പ്. പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ആർച്ചിലുള്ള പിരമിഡുകളുടെ ആകൃതിയും പിരമിഡൽ ആർച്ച് സ്ഥാപിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ആർച്ചിലുള്ള പിരമിഡുകളുടെ ആകൃതിയും എണ്ണവും പിരമിഡ് ഉണ്ടാക്കുന്ന സാധനവും മാറുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. പിരമിഡ് ഉണ്ടാക്കുന്ന സാധനവും മാറുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. അടുത്തതാണ് എ എന്ന് എഴുതി തെക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞ ഈ പടം. എ തെക്ക് കിഴക്കേ മൂല. തെക്ക് കിഴക്കേ മൂലയുടെ കിഴക്ക് വശത്താണ് വേണ്ടതാണ്. തെക്ക് കിഴക്കേ മൂല കിഴക്ക് വശം. തെക്ക് കിഴക്കേ മൂലയുടെ കിഴക്ക് വശത്ത് ഗേറ്റ് ആണെങ്കിൽ മാത്രം കറക്ഷൻ മതി. തെക്ക് വശത്താണെങ്കിൽ വേണ്ട. എ തെക്ക് കിഴക്കേ മൂല. താഴെ എഴുതിക്കൊള്ളൂ. തെക്ക് കിഴക്കേ മൂലയുടെ കിഴക്ക് വശം. താഴോട്ട് എഴുതണം. തെക്ക് കിഴക്കേ മൂലയുടെ കിഴക്ക് വശം ഗേറ്റിന് അധമമായ സ്ഥാനമാണ്. ഫുൾ സ്റ്റോപ്പ്. തെക്ക് കിഴക്കേ മൂലയുടെ കിഴക്ക് വശം ഗേറ്റിന് അധമമായ സ്ഥാനമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഈ ഭാഗത്ത് ഗേറ്റ് വന്നാലുള്ള പരിഹാരമാർഗം താഴെ വിവരിച്ചിരിക്കുന്നു. ഈ സ്ഥലത്ത് ഗേറ്റ് വന്നാലുള്ള പരിഹാരമാർഗം താഴെ വിവരിച്ചിരിക്കുന്നു. ഫുൾ സ്റ്റോപ്പ്. അതേപോലെ ലോഷു സിദ്ധാന്ത പ്രകാരം തെക്ക് കിഴക്കേ മൂല പഞ്ചശക്തികളിൽ മരത്തിന് ബ്രാക്കറ്റിൽ വുഡ്, WOOD, വുഡ് ബ്രാക്കറ്റ് ക്ലോസ്,
ലോഷു സിദ്ധാന്ത പ്രകാരം തെക്ക് കിഴക്കേ മൂല പഞ്ചശക്തികളിൽ മരത്തിന് ബ്രാക്കറ്റിൽ വുഡ് പ്രാധാന്യമുള്ളതാണ്. മരത്തിന് പ്രാധാന്യമുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. തെക്ക് കിഴക്കേ മൂല പഞ്ചശക്തികളിൽ മരത്തിന് ബ്രാക്കറ്റിൽ വുഡ് പ്രാധാന്യമുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഈ മൂലയുടെ നമ്പർ 4 ആണ്. ഈ മൂലയുടെ നമ്പർ 4 ആണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അഗ്നിക്ക് പ്രാധാന്യമുള്ള മൂല ആയതുകൊണ്ട് അഗ്നിക്ക്, അത് ഭാരതീയ ഭാഷാശാസ്ത്ര പ്രത്യേകത ആവശ്യമില്ല. അഗ്നിക്ക് പ്രാധാന്യമുള്ള മൂല ആയതുകൊണ്ട് അഗ്നിക്ക് പ്രാധാന്യമുള്ള മൂല ആയതുകൊണ്ട് അഗ്നിയെ സഹായിക്കുന്ന അഗ്നിക്ക് പ്രാധാന്യമുള്ള മൂല ആയതുകൊണ്ട് അഗ്നിയെ സഹായിക്കുന്ന മരം, അഗ്നിക്ക് പ്രാധാന്യമുള്ള മൂല ആയതുകൊണ്ട് അഗ്നിയെ സഹായിക്കുന്ന മരം ബ്രാക്കറ്റിൽ വുഡ് ഈ ഭാഗത്ത് നല്ലതാണ്. അഗ്നിക്ക് പ്രാധാന്യമുള്ള മൂല ആയതുകൊണ്ട് അഗ്നിയെ സഹായിക്കുന്ന മരം ബ്രാക്കറ്റിൽ വുഡ് ഈ ഭാഗത്ത് നല്ലതാണ്. ഫുൾ സ്റ്റോപ്പ്. ഈ ഭാഗത്ത് നല്ലതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അഗ്നിയുടെ ആകൃതി ത്രികോണം ആയതിനാൽ, ത്രികോണം ബ്രാക്കറ്റ് ട്രയാങ്കിൾ എന്ന് വേണമെങ്കിൽ ഇടാം. അഗ്നിയുടെ ആകൃതി ത്രികോണം ആയതിനാൽ, ത്രികോണത്തിന്റെ ബ്രാക്കറ്റിൽ ട്രയാങ്കിൾ ബ്രാക്കറ്റ് ക്ലോസ് ആയതിനാൽ, ത്രികോണാകൃതിയിൽ, അഗ്നിയുടെ ആകൃതി ത്രികോണം ആയതിനാൽ, ത്രികോണാകൃതിയിൽ തടികൊണ്ടുള്ള 4 പിരമിഡുകൾ, അഗ്നിയുടെ ആകൃതി ത്രികോണം ആയതിനാൽ ത്രികോണാകൃതിയിൽ തടികൊണ്ടുള്ള 4 പിരമിഡുകൾ ഉൾക്കൊള്ളുന്ന പിരമിഡൽ ആർച്ച്, 4 പിരമിഡുകൾ ഉൾക്കൊള്ളുന്ന പിരമിഡൽ ആർച്ചാണ് 4 പിരമിഡുകൾ ഉൾക്കൊള്ളുന്ന പിരമിഡൽ ആർച്ചാണ് ഈ സ്ഥാനത്ത് അനുയോജ്യമായിട്ടുള്ളത്. പിരമിഡൽ ആർച്ചാണ് ഈ സ്ഥാനത്ത് അനുയോജ്യമായിട്ടുള്ളത്. ഫുൾ സ്റ്റോപ്പ്. ഈ സ്ഥാനത്ത് അനുയോജ്യമായിട്ടുള്ളത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. പ്രസ്തുത പിരമിഡുകളുടെ ബേസ്, BASE ബേസ്, അത് ചുവട്. പ്രസ്തുത പിരമിഡുകളുടെ ബേസ് താഴെയും വെർട്ടക്സ്, VERTEX വെർട്ടക്സ്. പ്രസ്തുത പിരമിഡുകളുടെ ബേസ് താഴെയും വെർട്ടക്സ് മുകളിലുമായി വേണം സ്ഥാപിക്കേണ്ടത്. വെർട്ടക്സ് മുകളിലുമായി വേണം സ്ഥാപിക്കേണ്ടത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. വെർട്ടക്സ് മുകളിലുമായി വേണം സ്ഥാപിക്കേണ്ടത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. പ്രസ്തുത ഗേറ്റിൽ കൂടി വരുന്ന നെഗറ്റീവ് എനർജി, ഈ പിരമിഡുകൾ വലിച്ചെടുക്കുകയും വീടിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ്. വീടിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഗേറ്റിന് ചുമപ്പ് അല്ലെങ്കിൽ പച്ച നിറം കൊടുക്കാം. അഗ്നി ആയതുകൊണ്ട് ചുവപ്പ്, മരമായതുകൊണ്ട് പച്ച, രണ്ടുമാണ്. ഗേറ്റിന് ചുമപ്പ് അല്ലെങ്കിൽ പച്ച നിറം കൊടുക്കാം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. പിരമിഡിന്റെ വീതിയും പൊക്കവും തമ്മിലുള്ള അനുപാതം, 3:2, 3:2. പിരമിഡിന്റെ വീതിയും പൊക്കവും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. 3:2 ആയിരിക്കണം. അടുത്തത് തെക്കു പടിഞ്ഞാറേ മൂല, തെക്കു പടിഞ്ഞാറേ മൂല. അത് ബ്രാക്കറ്റ് ഇരുവശങ്ങളുണ്ട്. തെക്കു പടിഞ്ഞാറേ മൂല, തെക്കായാലും പടിഞ്ഞാറായാലും കറക്ഷൻ വേണം. തെക്കു പടിഞ്ഞാറേ മൂല. ഈ പടം നമ്മൾ വരച്ചിട്ടുള്ളതാണ്. ആ പടം വേണേൽ റെഫറൻസ് കൊടുക്കാം. അടുത്ത എഴുതിക്കോളൂ. തെക്കു പടിഞ്ഞാറേ മൂല എന്ന് എഴുതിയിട്ട് താഴെ എഴുതിക്കോളൂ. ലോഷു പ്രകാരം തെക്കു പടിഞ്ഞാറ്
ഭൂമിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. ലോഷു പ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭൂമിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. യോശു പ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭൂമിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. നമ്പർ 2 ആണ്. നമ്പർ 2 ആണ്. 2 വേണേ വിത്തിൻ സിംഗിൾ കൊട്ടേഷൻ. നമ്പർ 2 ആണ്. ഫുൾ സ്റ്റോപ്പ്. നമ്പർ 2 ആണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഭൂമിയുടെ ആകൃതി സമചതുരമാണ്. ഭൂമിയുടെ ആകൃതി സമചതുരമാണ്. ഫുൾ സ്റ്റോപ്പ്. ഭൂമിയുടെ ആകൃതി സമചതുരമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് സമചതുരാകൃതിയിലുള്ള രണ്ട് പിരമിഡുകളാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് സമചതുരാകൃതിയിലുള്ള 2 പിരമിഡുകളാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് സമചതുരാകൃതിയിലുള്ള 2 പിരമിഡുകളാണ് ഇവിടെ വേണ്ടത്. ഫുൾ സ്റ്റോപ്പ്. ഇവിടെ വേണ്ടത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ നിറം ഇവിടെ നല്ലതാണ്. നമുക്കറിയാം സൗത്ത് വെസ്റ്റ് ഭാരതീയവാസ്യാസ്ത്ര പ്രകാരം മഞ്ഞയാണ്. ഫെങ്ഷി പ്രകാരം മഞ്ഞയും ബ്രൗണും ആകാം. മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ നിറം ഇവിടെ നല്ലതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. സമചതുരത്തിന്റെ വശങ്ങളും പിരമിഡിന്റെ പൊക്കവും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. 3:2 ആയിരിക്കണം. അടുത്തത് വടക്ക് പടിഞ്ഞാറേ മൂല. അതിന്റെ വടക്ക് വശത്ത് എഴുതാം. വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്ക് വശത്താണെങ്കിൽ മാത്രം കറക്ഷൻ മതി. പടിഞ്ഞാറ് വശത്ത് വേണ്ട. ഇപ്പോൾ നമ്മൾ ഇന്നലെ വരച്ചതാണ് വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ താഴോട്ട് എഴുതിക്കോളൂ. വടക്ക് പടിഞ്ഞാറ് എഴുതിയിട്ട് താഴോട്ട് ലോഷു പ്രകാരം വടക്ക് പടിഞ്ഞാറ് ലോഹത്തിന് മെറ്റൽ. ലോഷു പ്രകാരം വടക്ക് പടിഞ്ഞാറ് ലോഹത്തിന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഫുൾ സ്റ്റോപ്പ്. ലോഹത്തിന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. നമ്പർ 6 ആണ്. നമ്പർ 6 ആണ്. 6. നമ്പർ 6 ആണ്. നെക്സ്റ്റ് സെന്റൻസ്. ലോഹത്തിന്റെ ആകൃതി വൃത്തമാണ്. ലോഹത്തിന്റെ ആകൃതി വൃത്തമാണ്. ഫുൾ സ്റ്റോപ്പ്. ലോഹത്തിന്റെ ആകൃതി വൃത്തമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതുകൊണ്ട് ലോഹം കൊണ്ട് വൃത്താകൃതിയിലുള്ള 6 പിരമിഡുകൾ ഉൾക്കൊണ്ടിട്ടുള്ള 6 പിരമിഡുകൾ ഉൾക്കൊണ്ടിട്ടുള്ള പിരമിഡൽ ആർച്ചാണ്. 6 പിരമിഡുകൾ ഉൾക്കൊണ്ടിട്ടുള്ള പിരമിഡൽ ആർച്ചാണ് ഈ ഭാഗത്ത് വേണ്ടത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. പിരമിഡൽ ആർച്ചാണ് ഈ ഭാഗത്ത് വേണ്ടത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. വൃത്തത്തിന്റെ വ്യാസവും പിരമിഡിന്റെ പൊക്കവും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. 3:2 ആയിരിക്കണം. ഫുൾ സ്റ്റോപ്പ്. വൃത്തത്തിന്റെ വ്യാസവും പിരമിഡിന്റെ പൊക്കവും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. നിറം വായുവിന്റെ നിറമായ നീലയോ ലോഹത്തിന്റെ നിറമായ
വെളുപ്പ് കോമ ലോഹത്തിന്റെ നിറമായ വെളുപ്പ് കോമ വെള്ളി കോമ വെളുപ്പ് കോമ വെള്ളി കോമ സ്വർണം. ഈ പക്ഷെ സാധാരണ നീലാറമാണ് കൊടുക്കുന്നത് വായുവിന്റെ. വെളുപ്പ് കോമ വെള്ളി കോമ സ്വർണം എന്നിവയോ ആകാവുന്നതാണ്. എന്നിവയോ ആകാവുന്നതാണ്. ഓക്കെ, അതോടുകൂടി കഴിഞ്ഞു. അടുത്തതാണ് 5I കാർപോർച്ച്. റെഫർ ബുക്ക് 3 pages 51-52. ഹെഡിങ് ആയിട്ട് ഇത് 5I കാർപോർച്ച് റെഫർ ബുക്ക് 3, pages 51-52. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. അതായത് നമുക്കറിയാം തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറുമാണ് കാർപോർച്ചിന് അനുയോജ്യമായ സ്ഥലങ്ങൾ. വാസ്തുപ്രകാരം കാർപോർച്ച് അനുയോജ്യമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥാനദോഷം ഇല്ലാത്ത സ്ഥലങ്ങൾ തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറുമാണ്. അപ്പോൾ അത് എഴുതിക്കോളൂ. വടക്ക് പടിഞ്ഞാറും കാർപോർച്ച് എന്നെഴുതി പടവും വെച്ചിട്ട് വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കാർപോർച്ചിന് വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കാർപോർച്ചിന് അനുയോജ്യമായ സ്ഥാനങ്ങളാണ്. വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കാർപോർച്ചിന് അനുയോജ്യമായ സ്ഥാനങ്ങളാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. കന്നിമൂലയിലും ഈശാനുമൂലയിലും കന്നിമൂലയിലും ഈശാനുമൂലയിലും കാർപോർച്ചിന് കന്നിമൂലയിലും ഈശാനുമൂലയിലും കാർപോർച്ചിന് സ്ഥാനദോഷമുണ്ട്. കന്നിമൂലയിലും ഈശാനുമൂലയിലും കാർപോർച്ചിന് സ്ഥാനദോഷമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. സ്ഥാനദോഷമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. അതിന് താഴെയായിട്ട് തെക്ക് കിഴക്കെന്ന് എഴുതിക്കൊള്ളു. അതിനകത്ത് അങ്ങനെ തെക്ക് കിഴക്ക് അത് ഓരോ സ്ഥാനത്തും കാർപോർച്ച് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. തെക്ക് കിഴക്ക് അപ്പൊ അതായത് തെക്ക് കിഴക്ക് കാർപോർച്ച് വന്നാൽ തെക്ക് കിഴക്ക് എഴുതിക്കോളൂ. താഴോട്ട് എഴുതിക്കോളൂ. കാർപോർച്ചിന് തെക്ക് കിഴക്കെന്ന് എഴുതിയിട്ട് കാർപോർച്ചിന് ഇവിടെ സ്ഥാനദോഷമില്ല. അത് തെക്ക് കിഴക്ക് സ്ഥാനദോഷമില്ല. തെക്ക് കിഴക്ക് ഹെഡിങ് എഴുതിയിട്ട് താഴെ കാർപോർച്ചിന് ഇവിടെ സ്ഥാനദോഷമില്ല. ഫുൾ സ്റ്റോപ്പ്. കാർപോർച്ചിന് ഇവിടെ സ്ഥാനദോഷമില്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ കാർപോർച്ചിന്റെ തറ അത് ഫ്ലോർ. എന്നാൽ കാർപോർച്ചിന്റെ തറ മറ്റു ഭാഗങ്ങളെക്കാൾ കാർപോർച്ചിന് ഇവിടെ സ്ഥാനദോഷമില്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ കാർപോർച്ചിന്റെ തറ മറ്റു ഭാഗങ്ങളെക്കാൾ താഴ്ത്തി ചെയ്യുന്നത് കൊണ്ട് എന്നാൽ കാർപോർച്ചിന്റെ തറ മറ്റു ഭാഗങ്ങളെക്കാൾ താഴ്ത്തി ചെയ്യുന്നത് കൊണ്ട് കാർപോർച്ചിന്റെ തറ മറ്റു ഭാഗങ്ങളെക്കാൾ താഴ്ത്തി ചെയ്യുന്നത് കൊണ്ട് തെക്ക് കിഴക്ക് കാർപോർച്ച് വന്നാൽ എന്നാൽ കാർപോർച്ചിന്റെ തറ മറ്റു ഭാഗങ്ങളെക്കാൾ താഴ്ത്തി ചെയ്യുന്നത് കൊണ്ട് തെക്ക് കിഴക്ക് കാർപോർച്ച് വന്നാൽ വടക്ക് കിഴക്കിനേക്കാൾ തെക്ക് കിഴക്ക് കാർപോർച്ച് വന്നാൽ വടക്ക് കിഴക്കിനേക്കാൾ തെക്ക് കിഴക്ക് വടക്ക് കിഴക്കിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നു വരുന്നതാണ്. വടക്ക് കിഴക്കിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നു വരുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇത് നല്ലതല്ല. വടക്ക് കിഴക്കിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നു വരുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇത് നല്ലതല്ല. ഫുൾ സ്റ്റോപ്പ്. ഇത് നല്ലതല്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ്. ഇതിനുള്ള പരിഹാരം തറയുടെ പൊക്കം മറ്റു ഭാഗങ്ങൾക്കൊപ്പം പൊക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിനുള്ള പരിഹാരം തറയുടെ പൊക്കം മറ്റു ഭാഗങ്ങൾക്കൊപ്പം പൊക്കുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇതിനുള്ള പരിഹാരം തറയുടെ പൊക്കം മറ്റു ഭാഗങ്ങൾക്കൊപ്പം പൊക്കുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. കാറ് കയറാൻ വേണ്ടി അല്ലെങ്കിൽ വാഹനം കയറാൻ വേണ്ടി എഴുതാം. വാഹനം കയറാൻ വേണ്ടി പോർച്ചിന് വെളിയിലേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കാം.
സ്ലോപ്പ്, SLOP എന്ന് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാം. കാറ് കയറാൻ വേണ്ടി പോർച്ചിന് വെളിയിലേക്ക് ഒരു സ്ലോപ്പ് കൊടുക്കാം, ഫുൾ സ്റ്റോപ്പ്. ഇങ്ങനെ ചെയ്താൽ തറ താഴുന്നത് കൊണ്ടുള്ള ദോഷം പൂർണ്ണമായും മാറുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇങ്ങനെ ചെയ്താൽ തറ താഴുന്നത് കൊണ്ടുള്ള ദോഷം പൂർണ്ണമായും മാറുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. വേറൊരു പരിഹാരമാർഗമുള്ളത് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തെ തറ കാർപോർച്ചിന്റെ തറയുടെ ലെവലിലേക്ക് താഴ്ത്തുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫായിട്ട് ഇത് രണ്ടും ചെയ്യുന്നതിന് ഓക്കെ, കാർപോർച്ചിന്റെ തറയുടെ ലെവലിലേക്ക് താഴ്ത്തുക എന്നുള്ളതാണ്. അത് എഴുതിയല്ലോ, തറയുടെ ലെവലിലേക്ക് താഴ്ത്തുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഇത് രണ്ടും ചെയ്യുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ കാർപോർച്ചിന്റെ തറയിൽ ലെവൽ കറക്ഷൻ പിരമിഡുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാർപോർച്ചിന്റെ തറയിൽ ലെവൽ കറക്ഷൻ പിരമിഡുകൾ. ഇവിടെ ലെവൽ കറക്ഷൻ പിരമിഡ് അല്ല, സീലിംഗ് കിറ്റ് വെച്ചത് സ്ഥാനദോഷം സൗത്ത് വെസ്റ്റിലാണ്. സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ഇത് സൗത്ത് ഈസ്റ്റിലാണ്. വേറൊരു പരിഹാരമുള്ളത് വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തെ തറ കാർപോർച്ചിന്റെ തറയുടെ ലെവലിലേക്ക് താഴ്ത്തുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്യുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ കാർപോർച്ചിന്റെ തറയിൽ ലെവൽ കറക്ഷൻ പിരമിഡുകൾ ബ്രാക്കറ്റിൽ 5 നമ്പേഴ്സ് 5 എണ്ണം. കാർപോർച്ചിന്റെ തറയിൽ ലെവൽ കറക്ഷൻ പിരമിഡുകൾ ബ്രാക്കറ്റിൽ 5 എണ്ണം ബ്രാക്കറ്റ് ക്ലോസ് സ്ഥാപിച്ചും ദോഷത്തിന്റെ ശക്തി ലെവൽ കറക്ഷൻ പിരമിഡുകൾ 5 നമ്പേഴ്സ് സ്ഥാപിച്ചും ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. പ്രസ്തുത പിരമിഡുകൾ 5 എണ്ണവും വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി സ്ഥാപിക്കേണ്ടതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. തറ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് കാർപോർച്ചിന്റെ മേൽക്കൂരയും താഴ്ത്തി ചെയ്യാറുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. വടക്ക് കിഴക്ക് ഭാഗത്തെ മേൽക്കൂരയേക്കാൾ തറ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തെ മേൽക്കൂരയേക്കാൾ
തറ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് കാർപോർച്ചിന്റെ മേൽക്കൂരയും താഴ്ത്തി ചെയ്യാറുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. വടക്ക് കിഴക്ക് ഭാഗത്തെ മേൽക്കൂരയേക്കാൾ താഴ്ന്ന് തെക്ക് കിഴക്കുള്ള മേൽക്കൂര വരുന്നതും വടക്ക് കിഴക്കു ഭാഗത്തുള്ള മേൽക്കൂരയേക്കാൾ താഴ്ന്ന് തെക്ക് കിഴക്കുള്ള മേൽക്കൂര വരുന്നതും നല്ലതല്ല. വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മേൽക്കൂരയേക്കാൾ താഴ്ന്ന് തെക്ക് കിഴക്കുള്ള മേൽക്കൂര വരുന്നതും നല്ലതല്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. മേൽക്കൂര പൊട്ടിച്ച് ഉയർത്തി കെട്ടുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമമായ പരിഹാരമാർഗം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. മേൽക്കൂര ഉയർത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മേൽക്കൂരയുടെ മുകളിലായി 5 ലെവൽ കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിച്ച് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് പാരഗ്രാഫ്. തെക്ക് കിഴക്കുള്ള കാർപോർച്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ താഴെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കുള്ള കാർപോർച്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ അഗ്നിയുടെ പ്രഭാവം വർദ്ധിക്കുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇത് പ്രസ്തുത വീട്ടിൽ താമസിക്കുന്നവർക്ക് മാനസിക സംഘർഷത്തിന് കാരണമാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇത് പ്രസ്തുത വീട്ടിൽ താമസിക്കുന്നവർക്ക് മാനസിക സംഘർഷത്തിന് കാരണമാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. സീലിംഗ് ഗിറ്റ് സ്ഥാപിച്ച് ഈ ദോഷം ഒരു പരിധിവരെ മാറ്റാവുന്നതാണ്. സീലിംഗ് ഗിറ്റ് സ്ഥാപിച്ച് ഈ ദോഷം ഒരു പരിധിവരെ മാറ്റാവുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇങ്ങനെയുള്ള കാർപോർച്ചിൽ, അതായത് എക്സ്റ്റൻഷനായിട്ട് വരുന്ന കാർപോർച്ച്, ഇങ്ങനെയുള്ള കാർപോർച്ചിൽ തറയിലും ഭിത്തിയിലും സീലിംഗിലും കഴിയുന്നതും വെളുത്ത നിറം കൊടുക്കുകയും ചുവപ്പ് നിറം കൊടുക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്. അതോടെ തെക്ക് കിഴക്കുള്ള കാർപോർച്ചിന് കഴിഞ്ഞു. അടുത്തത് തെക്ക് പടിഞ്ഞാറ്, സൗത്ത് വെസ്റ്റ്.
സൗത്ത് വെസ്റ്റ് എഴുതിയിട്ട് ഇതാ എഴുതിക്കൊള്ളൂ. കാർ പോർച്ച് കാരണം സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്. കാർ പോർച്ച് കാരണം ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ, കാർ പോർച്ച് കാരണം ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാൻ, കാർ പോർച്ച് കാരണം ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥാനമാണ്, കാർ പോർച്ച് കാരണം ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ്. കാർ പോർച്ച് കാരണം ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ്. ഫുൾ സ്റ്റോപ്പ്. തെക്ക് പടിഞ്ഞാറ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഈ ഭാഗത്ത് കാർ പോർച്ചിന് സ്ഥാനം നല്ലതല്ല. ഈ ഭാഗത്ത് കാർ പോർച്ചിന് സ്ഥാനം നല്ലതല്ല. ഫുൾ സ്റ്റോപ്പ്. ഈ ഭാഗത്ത് കാർ പോർച്ചിന് സ്ഥാനം നല്ലതല്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതായത് സ്ഥാനദോഷമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. സ്ഥാനദോഷമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇത് പരിഹരിക്കാൻ സീലിംഗ് കിറ്റ് സ്ഥാപിക്കേണ്ടതാണ്. അതായത് സ്ഥാനദോഷം പരിഹരിക്കാൻ സീലിംഗ് കിറ്റ് സ്ഥാപിക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് തെക്ക് പടിഞ്ഞാറ്. നെക്സ്റ്റ് സെന്റൻസ്. തെക്ക് പടിഞ്ഞാറ് തറയും മേൽക്കൂരയും താഴ്ന്നു വരുന്നത് മഹാദോഷമാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇതിനുള്ള പരിഹാരം മുൻപ് വിവരിച്ചിട്ടുണ്ട്. മഹാദോഷങ്ങളുടെ ഇതിനകത്ത് ഇതിനുള്ള പരിഹാരം മുൻപ് വിവരിച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ്. ഇതിനുള്ള പരിഹാരം മുൻപ് വിവരിച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റോപ്പ്. ഇനി നെക്സ്റ്റ് സെന്റൻസ്. തെക്ക് പടിഞ്ഞാറ് തുറന്നിരിക്കുന്നത് കൊണ്ടുള്ള ദോഷത്തിന്, തെക്ക് പടിഞ്ഞാറ് കാർ പോർച്ച് വരുമ്പോൾ അവിടെ മതിൽ വരാതെ ഭിത്തിയില്ലാതെ തുറന്നിരിക്കുന്നത്, തെക്ക് പടിഞ്ഞാറ് തുറന്നിരിക്കുന്നത് കൊണ്ടുള്ള ദോഷത്തിന്, തെക്ക് പടിഞ്ഞാറ് തുറന്നിരിക്കുന്നത് കൊണ്ടുള്ള ദോഷത്തിന് തെക്ക് പടിഞ്ഞാറ് തുറന്നിരിക്കുന്നത് കൊണ്ടുള്ള ദോഷത്തിന് ഈ ഭാഗത്ത് കാർ പോർച്ച് മാറ്റി മാസ്റ്റർ ബെഡ്റൂം ആക്കുകയോ, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും ഭാഗങ്ങളിൽ പ്രസ്തുത സ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ ഊർജവൽക്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത വടക്ക് പടിഞ്ഞാറ്. നോർത്ത് വെസ്റ്റ്. താഴോട്ടേക്കുള്ള ഇവിടെ വടക്ക് പടിഞ്ഞാറ്. ഇവിടെ കാർ പോർച്ചിന് സ്ഥാനദോഷമില്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. തറ താഴ്ന്നു വന്നാൽ ഇവിടെ കാർ പോർച്ചിന് സ്ഥാനദോഷമില്ല. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. തറ
താഴ്ന്നു വന്നാൽ വടക്ക് കിഴക്കിനേക്കാൾ തറ താഴ്ന്നു വന്നാൽ വടക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് ഇവിടെ കാർപോർച്ചിന് സ്ഥാനദോഷമില്ല. ഫുൾ സ്റ്റോപ്പ്. തറ താഴ്ന്നു വന്നാൽ വടക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നു വരുന്നത് കൊണ്ടുള്ള ദോഷം വടക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നു വരുന്നത് കൊണ്ടുള്ള ദോഷം ഉണ്ടാകുന്നതാണ്. വടക്ക് കിഴക്കിനേക്കാൾ വടക്ക് പടിഞ്ഞാറ് താഴ്ന്നു വരുന്നത് കൊണ്ടുള്ള ദോഷം ഉണ്ടാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇതിന് വടക്ക് പടിഞ്ഞാറ് തറ ഉയർത്തുകയോ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് തറ താഴ്ത്തുകയോ ചെയ്ത് ദോഷം പരിഹരിക്കാം. ഫുൾ സ്റ്റോപ്പ്. ദോഷം പരിഹരിക്കാം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അല്ലെങ്കിൽ ലെവൽ കറക്ഷൻ പിരമിഡുകൾ 5 എണ്ണം സ്ഥാപിച്ച് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാം. നെക്സ്റ്റ് സെന്റൻസ്. മേൽക്കൂര താഴ്ന്നിരിക്കുകയാണെങ്കിൽ അതിനും വടക്ക് കിഴക്ക് ഭാഗത്തെ അത്ര പൊക്കുകയോ അല്ലെങ്കിൽ ലെവൽ കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് പിന്നെ അടുത്തത് ലാസ്റ്റ് വടക്ക് കിഴക്ക് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ തറയും മേൽക്കൂരയും താഴ്ന്നു വരുന്നത് നല്ലതാണ്. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. സ്ഥാനദോഷത്തിന് സീലിംഗ് കിറ്റ് സ്ഥാപിച്ച് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. അടുത്തത് 5J ഓവർഹെഡ് വാട്ടർ ടാങ്ക്. റെഫർ ബുക്ക് 3 പേജ് 52-53. ഈ പടം നമ്മൾ വരച്ചായിരുന്നല്ലോ അല്ലേ? ഹലോ, ആരെങ്കിലും അഡ്മിറ്റ് പറയാം. അപ്പൊ ഇത് വരച്ചോളൂ. 5J ഓവർഹെഡ് വാട്ടർ ടാങ്ക്. ഇത് പുസ്തകത്തിലുണ്ട്. ക്ലിയർ ആണ്. വേറൊന്നും വേണ്ട. കർണം ഛേദിക്കാതെയും തെക്ക് പടിഞ്ഞാറ് ഉത്തമം, തെക്കിന്റെ മധ്യം അല്ലെങ്കിൽ പടിഞ്ഞാറിന്റെ മധ്യമം.
അതിൻ്റെ മധ്യത്തിലൂടെ ലൈൻ വേദിക്കാൻ പാടില്ല, കർണവും വേദിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ, അതിൻ്റെ കാര്യത്തേ ഉള്ളൂ. 5J അത് വരച്ച് കഴിയാത്തതുണ്ടെങ്കിൽ പറയാം. ഇല്ല സർ, കഴിഞ്ഞില്ല. കഴിയുമ്പോൾ ഒന്ന് പറയണം. പേജ് നമ്പർ എന്ന് പറയോ? അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, റഫർ ബുക്ക് 3 പേജസ് 52, 53 സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് സ്ക്രീൻ കാണാൻ വയ്യ, അതാണ്. എനിക്ക് സ്ക്രീൻ കാണാൻ വയ്യ. ഈ പടവും കാണാൻ ഒക്കില്ല അല്ലേ? ഇല്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇറങ്ങിയിട്ട് കയറിയായിരുന്നോ? നോക്കിയായിരുന്നു അത്, ഇതിന് പറ്റുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും അവിടെ പ്രശ്നം കാണുമായിരിക്കും. 52, 53 സാറേ. 52,53 ബുക്ക് 3 52,53. ഓ ശരി. അടുത്തത് 6-ാമത്താണ്. മറ്റ് ദോഷം അത് വരച്ചു കഴിഞ്ഞല്ലോ അല്ലേ? വരച്ചു കഴിയാതായാലും ഉണ്ടോ? കഴിഞ്ഞു. ഓക്കെ, അടുത്തത് മറ്റു ദോഷങ്ങളും പരിഹാരം. സാർ ഇത് ബാലേന്ദ്രനാണ് സാർ, ഇതിനകത്തൊരു ബാലേന്ദ്രനാണ് സാർ. പറയൂ സാർ. ഇതിനകത്ത് സാറ് യെല്ലോ റൗണ്ട് ഇട്ടിരിക്കുന്നത് മധ്യമമായിട്ടല്ലേ എടുക്കേണ്ടത്? അതെ, അവിടെ സ്ഥാനദോഷം ഇല്ലല്ലോ സാർ, വയ്ക്കാമല്ലോ. വയ്ക്കാം, പക്ഷെ മധ്യമമാണ്. ഉത്തമം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. പടിഞ്ഞാറിന്റെ മധ്യവും തെക്കിന്റെ മധ്യവും മധ്യമമാണ്. അത് അവിടെ വയ്ക്കാം. എപ്പോഴും ഉത്തമത്തിലും മധ്യമത്തിലും ആകാം, അധമത്തിൽ പാടില്ല എന്നേ ഉള്ളൂ. ഇത് ഏറ്റവും നല്ലത് ഉത്തമത്തിലാക്കുന്നതാണ്. സാർ ഉത്തമത്തിൽ തന്നെ 4 ടാങ്ക് വെച്ചിട്ടുണ്ടല്ലോ സാർ, അതിന്റെ അത്യുത്തമം ഏതാണ് സാറേ? അല്ല, അത് 2 ഒരുപോലെയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ വേണമെങ്കിൽ പടിഞ്ഞാറ് വരുണന്റെ സ്ഥലമായതുകൊണ്ട് പടിഞ്ഞാറ് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പടിഞ്ഞാറ് വരുണന്റെ സ്ഥലമായതുകൊണ്ട് പടിഞ്ഞാറ് വശമാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഹലോ, ക്ലിയർ ആയി. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്തത് മറ്റ് ദോഷങ്ങളും പരിഹാരങ്ങളും 6. മറ്റ് ദോഷങ്ങളും പരിഹാരങ്ങളും 6. അപൂർണമായ മൂലകൾ. അപൂർണമായ മൂലകൾ, ഇംഗ്ലീഷിൽ മിസ്സിംഗ് കോർണേഴ്സ്. അപൂർണമായ മൂലകൾ അല്ലെങ്കിൽ മിസ്സിംഗ് കോർണേഴ്സ്. സാറേ, ഇത് നമ്മൾ ഡിപ്ലോമ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയല്ലേ? അത് തന്നെ. റഫർ ബുക്ക് 3 പേജ് 53, 54, 55, 56. ഈ ഒരു പടം ഒന്ന് വരച്ചോളൂ. ഇത് വീട്. ഇവിടെ നമ്മൾ ആ തള്ളി നിൽക്കുന്ന ഭാഗത്തെ വെളിയിലായിക്കൊണ്ട് അവിടെ ഒരു ഭിത്തി ഇങ്ങനെ കെട്ടിയാൽ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് ഭാഗം അപൂർണമാണ്. അത് നമ്മളൊരു ഒരു മതിലിങ്ങനെ കെട്ടുക. മതിലിന് മണ്ണിനടിയിലേക്ക് ഒരടിയെങ്കിലും താഴ്ച വേണം. ഇങ്ങനെ കെട്ടി അധികം പൊക്കം വേണമെന്നില്ല, ഒരടി പൊക്കവും മതി. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ പിന്നെ ഇവിടുത്തെ ഈ വടക്ക് പടിഞ്ഞാറിൽ അപൂർണത മാറി കിട്ടും.
ഒന്ന് എഴുതിക്കോളൂ. അപൂർണമായ ഭാഗത്തെ വെളിയിലാക്കിക്കൊണ്ട് വാസ്തുമണ്ഡലം അപൂർണമായുള്ള ഭാഗത്തെ വെളിയിലാക്കിക്കൊണ്ട് വാസ്തുമണ്ഡലം കെട്ടിത്തിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ അപൂർണമായ ഭാഗത്തെ വെളിയിലാക്കിക്കൊണ്ട് വാസ്തുമണ്ഡലം കെട്ടിത്തിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരമാർഗം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇതിന് പ്രായോഗികമായി സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ചിത്രം ഞാൻ ഇത് കഴിഞ്ഞ് വരയ്ക്കാം. എഴുതിക്കോളൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചിത്രം വരച്ചു തരാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിരമിഡുകൾ സ്ഥാപിച്ച് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. എന്താ ഇതൊന്ന് വരച്ചോളൂ. ഡോട്ടഡ് ലൈൻ കാണുന്ന ഭാഗത്ത് ഒരു മതിൽ കെട്ടിയാൽ ദോഷം മാറുന്നതാണ്. അത് ഈ കാണുന്ന പടത്തിൽ ഡോട്ടഡ് ലൈൻ കാണുന്ന സ്ഥലത്ത് ഒരു മതിൽ കെട്ടിയാൽ ദോഷം മാറുന്നതാണ്. ഈ പടം വരച്ചോളൂ. അവിടെ കിഴക്ക് ഭാഗത്തോട്ട് കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. ഇപ്പൊ പ്ലോട്ടും ഇങ്ങനെയാണ്. അതായത് വീടും പ്ലോട്ടും ഒരുപോലെ ഇങ്ങനെ അതിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗം കട്ടിങ് ആണ്. പ്ലോട്ടിന്റെ സൗത്ത് ഈസ്റ്റും വീടിന്റെ സൗത്ത് ഈസ്റ്റും കട്ടിങ് ആണ്. വരച്ചു കാണുന്ന വിചാരിക്കുന്നു. വരച്ചു കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ. അപ്പൊ ഇവിടെ ഈ രണ്ടും കറക്റ്റ് ചെയ്യണം. പ്ലോട്ടിലുള്ള അപൂർണതയും കറക്റ്റ് ചെയ്യണം, വീടിലുള്ള അപൂർണതയും കറക്റ്റ് ചെയ്യണം. അത് നോക്കുക. സൗത്ത് ഈസ്റ്റ് ഇത് മറ്റേ കാണുന്ന നെയ്ബേഴ്സ് പ്ലോട്ട്, അടുത്ത ആളുടെ വീടാണ്, പ്ലോട്ടാണ്. അതിനകത്ത് നമുക്കൊന്നും കയറി ചെയ്യാൻ ഒക്കില്ല. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വസ്തുവിന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുറഞ്ഞത് 3 പിരമിഡുകൾ മണ്ണിനടിയിൽ സ്ഥാപിക്കണം. പ്രതി കാണിച്ചു തരാം. വസ്തുവിന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുറഞ്ഞത് 3 പിരമിഡുകൾ മണ്ണിനടിയിൽ സ്ഥാപിക്കണം. എന്താ കാണിച്ചോളൂ ഇവിടെ. 1, 2, 3. ഇത് ഒന്നിന് നേരെ മറ്റേത് വരണം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അതുപോലെ ഇത് നമുക്ക് ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ കൂടുതലുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇടയ്ക്ക് വെച്ച് കൊടുക്കണം. 2 പിരമിഡുകൾ തമ്മിൽ ദൂരം 3 മീറ്റർ കൂടാൻ പാടില്ല. 3 മീറ്റർ കൂടുതലുണ്ടെങ്കിൽ ഇടയ്ക്ക് ആവശ്യത്തിന് പിരമിഡ് വെച്ച് 2, 3, 4 എത്രയാണെന്ന് വെച്ചാൽ 3 മീറ്റർ കൂടാത്ത വിധത്തിൽ ആവശ്യമുള്ള പിരമിഡുകൾ വെക്കണം. ഇതിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണമായിട്ട് ഉള്ള എനർജി ഫ്ലോ ഈ പിരമിഡിൽ കൂടെ ഉണ്ടാകണം. ഇവിടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. സാർ അത് വസ്തുവിൽ മാത്രം വെച്ചാൽ മതിയോ, അല്ല വീടിന് വെക്കണ്ട? ഇല്ല, വസ്തുവിൽ മാത്രം. ഇത് അല്ല, മറ്റേ പറഞ്ഞുതരാം. രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞുതരാം. വസ്തുവിനെയും കറക്റ്റ് ചെയ്യണം, വീടിനെയും കറക്റ്റ് ചെയ്യണം. ഇത്രയും വരച്ചാന്ന് വിചാരിക്കുന്നു. അടുത്തത് വീടിന് കുറഞ്ഞത് 4 പിരമിഡുകൾ
ഭിത്തിക്കുള്ളിൽ സ്ഥാപിക്കണം. അതായത് 1, 2, 3, 4 ഓരോ വശത്തും ആ 2 വശത്ത്. അത് 4 മീറ്ററിൽ കൂടുതൽ അല്ല 3 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ആവശ്യം ഇടയ്ക്കും സ്ഥാപിക്കേണ്ടി വരും. അത് ഭിത്തിക്കകത്താണ്. ആ ഭാഗത്തുള്ള ഭിത്തിയുടെ അകത്ത് വേണം അത് സ്ഥാപിക്കാൻ. അതിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. കുറഞ്ഞതെന്ന് എഴുതിയേക്കുന്ന ചിലപ്പോൾ 3 മീറ്റർ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് കുറഞ്ഞത് 4 പിരമിഡുകൾ. ഈ 4 പിരമിഡുകൾ ഭിത്തി സ്ഥാപിക്കുമ്പോൾ എല്ലാം ഒരേ ഹൈറ്റിലായിരിക്കണം. ഭിത്തിയിൽ ഏത് ഹൈറ്റിലാണ് ഒരെണ്ണം വയ്ക്കുന്നത് അതേ ഹൈറ്റിലായിരിക്കണം എല്ലാം. കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. പിരമിഡ് സ്ഥാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും എഴുതുന്നില്ല. പിരമിഡിന് എപ്പോഴും വേണ്ടതാണ്. ഒന്ന് കഴിയുമ്പോൾ പറഞ്ഞ പോലെ 3 മീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് പാടില്ല. 2 ഈ പിരമിഡുകൾ പിന്നെ ഏത് ഭാഗത്താണോ സ്ഥാപിക്കുന്നത് അതിനനുസരിച്ച് എനർജൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഈ പിരമിഡുകൾക്ക് പിന്നെ വേറെ ഉണ്ടല്ലോ ഒന്നുകൂടെ കുറഞ്ഞ തീരം പിന്നെ ഡയറക്ഷൻ ഊർജ പ്രവാഹത്തിന്റെ ദിശ. പിരമിഡുകൾ സ്ഥാപിക്കുമ്പോൾ പിരമിഡുകൾ വേണമെങ്കിൽ എഴുതിക്കൊള്ളും. പിരമിഡുകൾ സ്ഥാപിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി എഴുതാം. പിരമിഡുകൾ സ്ഥാപിക്കുമ്പോൾ പിരമിഡുകൾ തമ്മിലുള്ള കുറഞ്ഞ ദൂരം പിരമിഡുകൾ സ്ഥാപിക്കുമ്പോൾ പിരമിഡുകൾ തമ്മിലുള്ള കുറഞ്ഞ ദൂരം പിരമിഡുകൾ സ്ഥാപിക്കുമ്പോൾ പിരമിഡുകൾ തമ്മിലുള്ള കുറഞ്ഞ ദൂരം പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ പ്രവാഹത്തിന്റെ ദിശ. പിരമിഡുകൾ സ്ഥാപിക്കുമ്പോൾ പിരമിഡുകൾ തമ്മിലുള്ള കുറഞ്ഞ ദൂരം പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ പ്രവാഹത്തിന്റെ ദിശ പിരമിഡുകളിൽ കൂടിയുള്ള ഊർജ പ്രവാഹത്തിന്റെ ദിശ പിരമിഡുകൾ ഊർജവൽക്കരിച്ചിട്ടുള്ളത് സ്ഥാപിക്കുന്ന മൂലകൾക്ക് അനുസരിച്ചാണോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനമാണ്. കാരണം കന്നിമൂലയിലാണ് അപൂർണത ഉള്ളതെങ്കിൽ അത് വീടിന് നമ്മളത് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി, റൂഫ് എല്ലാം ചെയ്ത് പൂർണ്ണമാക്കണം. എന്നാലും കാരണം കന്നിമൂലയിൽ വെയിറ്റ് കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് വീടിന്റെ കന്നിമൂലയിലുള്ള അപൂർണത ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി, മേൽക്കൂര എന്നിവയെല്ലാം ചെയ്ത് പൂർണ്ണമാക്കണം. ഇതാണ് അങ്ങനെ പൂർണ്ണമാക്കിയിട്ടുള്ളത്. എൻ്റെ പടം ചുവന്ന ലൈൻ കാണുന്നത് പൂർണ്ണമാക്കിയതാണ്. ആ 2 സ്ഥലവും ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, ഭിത്തി, മേൽക്കൂര ഇതെല്ലാം ചെയ്ത് പൂർണ്ണമാക്കിയതാണ്. കുറച്ചാണെന്ന് വിചാരിക്കുന്നു.
വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായില്ലെന്ന് വിചാരിക്കുന്നു. മാറ്റാമല്ലോ, അതിലുണ്ടെങ്കിൽ പറയാം. ഓക്കെ. ഇനി വേറെന്നുള്ളത്, നമ്മൾ ഒരു മൂലയിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കട്ടുകളൊക്കെ ഇങ്ങനെ വരും. ഇതിപ്പോൾ 2 കട്ടാണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ 2 അല്ല അതിലും കൂടുതൽ വന്നു വരാം. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഒരു മൂലയിൽ തന്നെ 2 അതിൽ കൂടുതലോ കട്ടുകളൊക്കെ വന്നു വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക, ഇവിടെ നോക്കുക. ഇതിങ്ങനെ ഭിത്തിയാണ്. ഒന്ന് വരച്ചുവിടുക. ഭിത്തിക്കകത്ത് പിരമിഡ് വരയ്ക്കാനുള്ള സ്ഥലം വേണം. ആദ്യത്തെ കട്ടില് നോക്കുക, 1, 2, 3 പിരമിഡ്, മിനിമം 3. നേരത്തെ കൂടി 3 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ആവശ്യം പിരമിഡ് വെച്ചോണം. പക്ഷെ ആ രണ്ടാമത്തെ മൂന്നാമത്തെ പിരമിഡിന്റെ അവിടെ ഇത് 3 ഒരേ ലെവലിലായിരിക്കണം. അടുത്ത കട്ടിലുള്ള 3 പിരമിഡ് വേറെ ലെവലിൽ നോക്കുക. ഇത് 3 1 ലെവൽ. ഈ 3 പിരമിഡ് ഒരു ലെവലിലായിരിക്കണം. ഇനി ഈ മൂന്നാമത്തെ പിരമിഡ് വച്ചേക്കുന്ന അതേ ഭാഗത്ത് ഒന്നുകിൽ മുകളിലോ അല്ലെങ്കിൽ താഴെയോ ആയിട്ട് വേണം അടുത്ത ലെവൽ വരാൻ. ഇതാ ചുവന്ന പിരമിഡ് കാണിച്ചിരിക്കുന്നു. അനദർ ലെവൽ. ഭിത്തിയിലാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ആ രണ്ടും കൂടെ ഇത് കൂടെ കട്ടി കൂടുന്നിടത്ത് രണ്ട് പിരമിഡ് വയ്ക്കും. ഒന്ന് അത് 2 ലെവലിലായിരിക്കും. ഒന്ന് ഇപ്പോൾ 2 അടി പൊക്കത്തിലാണെങ്കിൽ മറ്റേ ഈ തമ്മിൽ മിനിമം 6 ഇഞ്ചെങ്കിലും പിന്നെ ഹൈറ്റിന് വ്യത്യാസം വേണം. മിനിമം 6 ഇഞ്ച്. അതായത് ഒരു പിരമിഡിന്റെ മുകളിൽ നിന്ന് അടുത്ത പിരമിഡിന്റെ താഴെ വരെയുള്ള ആ ഹൈറ്റ് ഡിഫറൻസ് മിനിമം 6 ഇഞ്ച് വേണം. 2 ലെവലായിട്ട് വയ്ക്കും. Two or more cuts at same corner. There are 2 pyramids, one below other, with minimum 6-inch level difference. ആ ചുമന്ന 3 ഒരു ലെവലിലായിരിക്കണം, പച്ച 3 അല്ലെങ്കിൽ നീല 3 ഒരു ലെവലിലായിരിക്കണം. വരച്ചു കാണുന്ന വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ. ഇത് പുരയിടത്തിലാണ്. അതിങ്ങനെ ചരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ വയ്ക്കാം. ഡയറക്ഷൻ ഇതുപോലെ തന്നെ. ഇങ്ങനെ ചരിഞ്ഞ് കട്ടിങ് വരികയാണെങ്കിൽ അതുപോലെ ഇങ്ങനെ കർവായിട്ട് കട്ടിങ് വരും. ഇവിടെ 3 പിരമിഡ് വേണമെങ്കിൽ വെക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് ഒരു പിരമിഡ് അടുത്ത പിരമിഡിനെ ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പൊ ഇത് വന്ന് ആ മൂലഭാഗം ഏതാണ്ട് ഇവിടെ തള്ളി വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ പലപ്പോഴും 3 പിരമിഡ് മതിയാവില്ല. നോക്കാം. അതായത് ശ്രദ്ധിക്കുക, ഒരു സെക്കൻഡ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഈ ലൈൻ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ കൂടെ കയറി വരും. അതിങ്ങനെ വീട്ടിൽ കൂടി ഇങ്ങനെ കയറി വരും. അതുപോലെ ഈ ലൈനാണെങ്കിൽ ഇവിടെ നേരെ വെച്ച് ഈ വീട്ടിൽ കൂടെ കയറി വരും ഇങ്ങനെ വെച്ചാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ
അങ്ങനെ ഒക്കെ വരുമ്പോൾ ഇവിടെ പിന്നെ ശരിക്കും ഇപ്പോൾ 4 എണ്ണം ഇടയ്ക്ക് 2ഉം 3ഉം കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരണം. രണ്ടാമത്തെ 3ന്റെ ഇടയ്ക്ക് ചുവന്ന വര നോക്കുക. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ നേരെ വരണം. 2ഉം 3ഉമായിട്ട് സ്ട്രെയിറ്റ് ലൈന് വേണം. 3ഉം 4ഉമായിട്ട് സ്ട്രെയിറ്റ് ലൈന് വേണം. അപ്പോൾ ഈ കെർവായിട്ട് ഇങ്ങനെ വയ്ക്കാൻ ഒക്കില്ല. എനർജി ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ കെർവായിട്ട് ഫ്ലോ ചെയ്യില്ല. എനർജി എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ, ഇതിന് സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ, ഇതിന് സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ, ഇതിന് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഈ നമ്മുടെ അതിർത്തിയിലോട്ടൊന്ന് കയറണം. സാറേ 2 ലെവലില് അപ്പുറത്ത് ചെയ്തിരുന്ന ഇതിന് മുമ്പേ ചെയ്തില്ല. അതിന്റെ പിരമിഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? കേട്ടില്ല. ഇതിന്റെ ഡയറക്ഷൻ അതുപോലെ തന്നെ ഇങ്ങനെ അപ്രദക്ഷിണ ദിശയിൽ എനർജി ഫ്ലോ വരണം. ഇത് ലെഫ്റ്റ്, ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ഇങ്ങനെ വരണം. അപ്രദക്ഷിണ ദിശയിൽ ഒരു പിരമിഡ് അടുത്ത പിരമിഡിനെ നോക്കണം. ഇത് വരച്ച് കാണുന്നതായിരിക്കുന്നു. വരച്ചില്ലെങ്കിൽ പറയുക. ഓക്കെ. അടുത്ത മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളിൽ 7ാമത്തത് അപൂർണമായ വശങ്ങൾ. ബുക്ക് 3 പേജ് 56, 57, 58. ഇതിപ്പോ തെക്കുവശം അപൂർണം. തെക്കിന്റെ മധ്യഭാഗം ഒരു കട്ടിങ്. ഇതിന് ഇംഗ്ലീഷില് സി ഫോർമേഷൻ എന്നും പറയും. ഏതാണ്ട് സിയുടെ ഷേപ്പ് വരും, സി ഫോർമേഷൻ. ഈ സി ഫോർമേഷന്റെ ആ കട്ടിങ് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ വരുന്നത് നല്ലതല്ല. കിഴക്കോട്ടോ വടക്കോട്ടോ ആണെങ്കിൽ അതിന് കറക്ഷൻ വേണ്ട. ഈ കട്ടിങ് വരുന്നത് കിഴക്കുവശത്തോട്ടോ വടക്കുവശത്തോട്ടോ ആണെങ്കിൽ പരിഹാരം ആവശ്യമില്ല. തെക്കും പടിഞ്ഞാറും പരിഹാരം ആവശ്യമുണ്ട്. ഇതിപ്പോ തെക്കോട്ടാണ്, ഇതിന് പരിഹാരം ആവശ്യമുണ്ട്. കഴിഞ്ഞ് കാണുന്നതായിരിക്കും, വരച്ച് കാണുന്നതായിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ 2 വിധത്തിലെടുക്കാം. ഒന്നുകിൽ ഇപ്പൊ ഇത് നോക്കുക, ഇത് അപൂർണമായ വശം, തെക്കുവശത്തിന്റെ മധ്യം, ഇത് അപൂർണമാണോ അതോ 2 പ്രൊജക്ഷനാണോ? തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും 2 പ്രൊജക്ഷനായിട്ടാണോ എന്നുള്ളത് അത് നോക്കിയിട്ട് വേണം ഇതിന്റെ കറക്ഷൻ തീരുമാനിക്കാൻ. കാരണം അപൂർണമായ വശത്തിനുള്ള കറക്ഷനും തള്ളി നിൽക്കുന്ന മൂലയ്ക്കുള്ള കറക്ഷനും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ഒരു വശം, തെക്ക് വശം അപൂർണമാണോ അതോ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും പ്രൊജക്ഷൻ തള്ളി നിൽക്കുകയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം കറക്ഷൻ ചെയ്യാൻ. ആദ്യമായി അപൂർണമായ വശമാണോ അതോ തള്ളി നിൽക്കുന്ന മൂലകളാണോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഇത് പിന്നെ ഇത് അപൂർണമായ വശമാണെങ്കിൽ ഈ 2 കൂടി ഇങ്ങനെ ചേർത്തിട്ടൊരു പിന്നെ റൂഫ് ലെവലിൽ ഒരു ബീം കൊണ്ടിങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിന് ബേസ്മെന്റോ ഭിത്തിയോ ഒന്നും ആവശ്യമില്ല. റൂഫിന്റെ ലെവലിൽ ഈ 2 മൂലയും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക ഒരു ബീം വെച്ച്. ഡോട്ടഡ് ലൈനിന്റെ ഭാഗത്ത് റൂഫ് ലെവലിൽ ഒരു ബീം ഘടിപ്പിച്ച് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാവുന്നതാണ്. കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയുക.
ഓക്കെ. ഇവിടെയാണെങ്കിൽ ആ കട്ടിങ്ങിന്റെ ഭാഗം കുറവാണ്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് കട്ടിങ് ആയിട്ടല്ല എടുക്കുന്നത്. ഇത് 300-ഉം ഇത് 1500 ആണെങ്കിൽ 1500-ന്റെ 3 500-ആണ്. അതിൽ കുറവാണ് 300. അങ്ങനെ വന്നാൽ ഇത് ഇങ്ങനെ എടുക്കുള്ളൂ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപൂർണമായ വശം, സോറി, പിന്നെ തള്ളു കുറച്ച് വന്നാലാണ് ഇതാണ് ഇങ്ങനെ തന്നെ എടുക്കണം. 300-ഉം 1500-ഉം. അതേസമയം ഇത് നോക്കുക, ഇപ്പൊ ആ കട്ടിങ് കൂടുതലാണ്, പ്രൊജക്ഷൻ കുറവാണ്. അങ്ങനെ വന്നാൽ പ്രൊജക്ഷൻ ഇതിപ്പോൾ 1500-ഉം ഇത് 600-ഉം ആണെന്നിരിക്കട്ടെ, 3-1 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം വീട്. അപ്പോൾ 2 പ്രൊജക്ഷനായിട്ടേ വരുള്ളൂ, കട്ടിങ് വരില്ല. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഇവിടെ തള്ളി നിൽക്കുന്ന മൂലകളാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കറക്ഷൻ വേണം ചെയ്യാൻ. ഇത് പെട്ടെന്ന് ഓർക്കണമെങ്കിൽ കുറഞ്ഞ വശം ജോയിൻ ചെയ്യണം. അതായത് ഇപ്പം അപൂർണമായ വശമാണെങ്കിൽ കുറവ് വശമാണ്, മൂല 2 കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ വശം വേണം കുറഞ്ഞ ഭാഗം ജോയിൻ ചെയ്യാൻ. മറ്റേതാണെങ്കിലും കുറഞ്ഞ ഭാഗം പിന്നെ ആ തള്ളി നിൽക്കുന്ന പ്രൊജക്ഷൻ, അപ്പോൾ അവിടെ വേണം ജോയിൻ ചെയ്യാൻ. കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഇതൊന്നും പ്രത്യേകിച്ച് നോട്ടേണ്ട ആവശ്യമില്ല, വളരെ ക്ലിയർ ആണ്. അപൂർണമായ വശം, അപൂർണമായ ഭാഗം പൂർണ്ണമാക്കണം. അതായത് ഒരു ബീം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഒരു സെക്കൻഡ്, അതുപോലെ ഇങ്ങനെ ഒരു ബീം കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം മേൽക്കൂരയുടെ അപൂർണമായ ഭാഗം ഇവിടെ ഒരു ബീം കൊണ്ട് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം ഇവിടെ ഒരു ബീം കൊടുക്കുക, മേൽക്കൂരയുടെ അപൂർണമായ ഭാഗം പൂർണ്ണമാക്കുക, ഇവിടെ ഒരു ബീം കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒറ്റ പീസ് പോലെ ആക്കുക. ഇത് ഇവിടെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇത് കൂടെ ഇതിൻ്റെ കൂടെ ഒറ്റ പീസ് പോലെ ആക്കുക. രണ്ടും അല്ലെങ്കിൽ പിന്നൊരു മെത്തേഡ് ഉള്ളതാണ്. നമുക്ക് 2 പിരമിഡുകൾ, ഒരു പിരമിഡ് ഇവിടെ, ഒരു പിരമിഡ് ഇവിടെ. ഈ 2 പിരമിഡുകൾ വെച്ചിട്ട് അത് പിന്നെ ആ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ, പക്ഷെ ഇത് ഏറ്റവും നല്ലത് പിന്നെ ഇത് കെട്ടി മുഴുവനാക്കുന്നതാണ്. പക്ഷെ അതിന് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പിരമിഡ് വെച്ചും ചെയ്യാം. പക്ഷെ പിരമിഡ് വെച്ച് ചെയ്യുന്നത് എപ്പോഴും 100% അല്ല. എ മേൽക്കൂരയുടെ അപൂർണമായ ഭാഗം പൂർണ്ണമാക്കുക. ബി ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് പോലെ മേൽക്കൂരയുടെ തുറന്ന ഭാഗം ബീം കൊണ്ട് ഘടിപ്പിക്കുക. സി 2 പിരമിഡുകൾ സ്ഥാപിച്ച് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കുക.
നിങ്ങളിത് പ്രത്യേകം 3 പടമായിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. അതായത് മേൽക്കൂരയുടെ അപൂർണമായ ഭാഗം പൂർണ്ണമാക്കുക. അതായത് ഇങ്ങനെ കെട്ടി പൂർണ്ണമാക്കുക. ഇതാണ് ഫസ്റ്റ്. എ, മേൽക്കൂരയുടെ അപൂർണമായ ഭാഗം പൂർണ്ണമാക്കുക. ബി എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഡോട്ടഡ്, അതായത് ഇത് ഇതുപോലെ, അതായത് ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്ന പോലെ മേൽക്കൂരയുടെ തുറന്ന ഭാഗം ബീം കൊണ്ട് ഘടിപ്പിക്കുക. ഇത് ബീമാണ്. അത് വേറൊരു പടമായിട്ട് കാണിക്കാം. മൂന്നാമത്തെ പടം 2 പിരമിഡ്. അവിടെ ഒന്നായിട്ട് കാണിച്ചിട്ട് ഒറ്റ പടമായിട്ട് കാണിച്ച് 2 പിരമിഡ് കൊടുക്കുക. പിരമിഡിൽ കൂടിയുള്ള എനർജി ഫ്ലോയും കാണിക്കണം. ഈ എനർജി ഫ്ലോ കാണിക്കുന്നത് മൂന്നാമത്തെ പടത്തിൽ മാത്രം മതി. അടുത്ത 8ാമത്തെ മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും 8. തള്ളി നിൽക്കുന്ന മൂലകൾ, പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. 58, 59, 60 പേജ് നമ്പർ ബുക്ക് 3 പേജസ് 58, 59, 60, 61. എന്ന് വരച്ചോളുക. ഇവിടെ സൗത്ത് ഈസ്റ്റ് പ്രൊജക്ഷനാണ്. പക്ഷെ ഇവിടെ നമുക്കിത് പ്രൊജക്ഷനാണോ അതോ നോർത്ത് ഈസ്റ്റ് കട്ടിംഗ് ആണോ എന്നുള്ളത് ആദ്യം നോക്കണം. അത് രണ്ടും കറക്ഷൻ വേറെയാണ്, വ്യത്യാസമുണ്ട്. ഇപ്പം ഇത് 1200-ഉം ഈ ഡിസ്റ്റൻസ് 300 ആണെങ്കിൽ 1200 മൂലൊന്ന് 400 മൂലൊന്നി കുറവാണ്. മൂലൊന്നി കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇത് പ്രൊജക്ഷനായിട്ട് എടുക്കും. തള്ളി നിൽക്കുന്ന മൂല സൗത്ത് ഈസ്റ്റ് പ്രൊജക്ഷനായിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സീലിക്കിറ്റ് ഈ തള്ളി നിൽക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് 1, 2, 3, 4, 5 4 മൂലകൾ 4 നടുക്ക് ഒരെണ്ണമായിട്ട് 5 സീലിക്കിറ്റ് ഇതിനകത്ത് സ്ഥാപിച്ചാൽ മതി. വടക്ക് കിഴക്കല്ലാതെ മറ്റു മൂലകൾ. വടക്ക് കിഴക്കാണ് പ്രൊജക്ഷനെങ്കിൽ പരിഹാരം ആവശ്യമില്ല. കാരണം വടക്ക് കിഴക്ക് പ്രൊജക്ഷൻ ആകാം. വടക്ക് കിഴക്കല്ലാതെ മറ്റു മൂലകൾ തള്ളി നിൽക്കാൻ പാടില്ല. അങ്ങനെ ഏറ്റവും നല്ല പരിഹാരം അവിടെ ഇപ്പോൾ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. തള്ളി നിൽക്കുന്ന ഭാഗത്ത് സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. എഴുതി കഴിഞ്ഞാന്ന് വിചാരിക്കുന്നു. ഓക്കെ. 9ാമത്തെ തള്ളി നിൽക്കുന്ന വശങ്ങൾ. ബുക്ക് 3 പേജ് 61. തള്ളി നിൽക്കുന്ന വശമാണോ അപൂർണമായ മൂലയാണോ എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഒരു വശം തള്ളി നിൽക്കുകയാണോ ഉള്ളോ അതോ 2 മൂലകളാണെന്നുള്ളത് നോക്കണം. ഇതിങ്ങനെ ഇപ്പൊ ആദ്യത്തെ കാണുകയാണെങ്കിൽ ആ ചുവപ്പ് നിറം കാണുന്നതാണ് ഒരു വശമായിട്ട് വരുന്നത്. അപ്പൊ ആ വശം തള്ളി നിൽക്കുകയാണ്. അപ്പൊ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണെങ്കിൽ വീട് ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ അവിടെ 2 മൂല മിസ്സിംഗ് ആണ് രണ്ടാമത്തേല്.
അത് മൂന്നിലൊന്നിൽ കുറവാണെങ്കിൽ, ടോട്ടലിന്റെ മൂന്നിലൊന്നിൽ കുറവാണ് തള്ളി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ പോലെ എടുക്കണം. മൂന്നിലൊന്നിൽ കൂടുതലാണെങ്കിൽ രണ്ടാമത്തെ പോലെ എടുക്കണം. വരച്ചു കഴിഞ്ഞാൽ വിചാരിക്കുന്നു. വരച്ചില്ലെങ്കിൽ പറയുക. ഒരിടത്തിൽ വീടിന്റെ സ്ഥാനം. സാറേ അതിന് മുമ്പത്തെ പടം ഒന്ന് കാണിച്ചു സാറേ, കംപ്ലീറ്റ് ചെയ്തില്ല ലാസ്റ്റത്തെ. ഇതാ, ഓക്കെ. ഓക്കെ സാറേ, കഴിഞ്ഞു. ഓക്കെ. ഒരിടത്തിൽ വീടിന്റെ സ്ഥാനം. റെഫർ ബുക്ക് 3 പേജ് 61-62. ഇതൊക്കെ ബേസിക് പഠിച്ചതാണ്. ഇതിപ്പോ വീട് ഇപ്പോഴത്തെ കാണുന്ന പോലെ സൗത്ത് ഈസ്റ്റിലോട്ട് മാറി നിൽക്കുകയാണ്. കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറ് വശത്ത് ആ കിഴക്ക് വശത്തുള്ള ആ ഡിസ്റ്റൻസിനേക്കാൾ കുറഞ്ഞ്, വീടും കോമ്പൗണ്ട് വാളുമായിട്ടുള്ള ഡിസ്റ്റൻസ് കിഴക്കിനേക്കാൾ കുറവ് പടിഞ്ഞാറ് വരത്തക്കൊണ്ട് ഒരു മതിലിങ്ങനെ കെട്ടിയാൽ മതി. ആ മതിലിന് മണ്ണിനടിയിലേക്കും കുറഞ്ഞത് ഒരടി താഴ്ച വേണം. ഒരടി കൂടാം, കുറയാൻ പാടില്ല. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട് തെക്ക് പടിഞ്ഞാറേ മൂലയിലോട്ട് മാറും. അപ്പം വാസ്തുമണ്ഡലത്തിലെ പടിഞ്ഞാറ് വശം നേരത്തെ ഉണ്ടായിരുന്ന മാറ്റി കുറെ കൂടെ അടുത്തോട്ട് കൊണ്ടുവരും. പിശാച വീതി അതൊക്കെ നോക്കിക്കോളാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പിശാച വീതിക്ക് തടസ്സം വരുന്നുണ്ടോ, അതുപോലെ തന്നെ സ്ഥാനദോഷം വരുന്നു. ഇതിപ്പോൾ സ്ഥാനദോഷം കറക്റ്റ് ചെയ്യാനാണ്, സൗത്ത് വെസ്റ്റിലോട്ട് കറക്റ്റ് ചെയ്യാനാണ് ചെയ്തത്. ഇതൊക്കെ പുസ്തകത്തിൽ ഒന്ന് വായിച്ചു നോക്കണം. ഇതുമായിട്ട് പുസ്തകം കൊണ്ടത് വായിച്ചു നോക്കണം. ഓക്കെ, ഇനി അടുത്തത് മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. 11, വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. അഗ്നിഭൂതത്തിലുള്ള ഹൈറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റെഫർ ബുക്ക് 3 പേജ് 62. അപ്പൊ ഇത് നമ്മൾ ആ ഒരു വീടിന്റെ ഏതൊക്കെ മുറികൾ അഗ്നിഭൂതി വരുന്ന ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള മുറികളുടെയൊക്കെ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. വേറെ പരിഹാരമൊന്നുമില്ല. നമുക്ക് പിന്നെ റൂഫ് പൊട്ടിച്ച് കളഞ്ഞ് വേറെ റൂഫ് വയ്ക്കുക, അതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പം അതുകൊണ്ട് അഗ്നിഭൂതത്തിൽ എല്ലാ മുറികളും അഗ്നിഭൂതത്തിലാണോ, അതോ ഏതെങ്കിലും ചില മുറികൾ മാത്രമേ അഗ്നിഭൂതത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഹൈറ്റ് ഓരോ ആ ഭിത്തിയുടെ മുകളിൽ വരെയുള്ള ഹൈറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം അഗ്നിഭൂതത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അഗ്നിഭൂതത്തിലാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള മുറികൾക്ക് സീലിംഗ് കിറ്റ് സ്ഥാപിക്കണം. അത് ജസ്റ്റ് എഴുതിക്കൊള്ളൂ. ഞാൻ 15 സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. അഗ്നിഭൂതത്തിൽ വരുന്ന മുറികളുടെ മുറികളിൽ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ഇത് കൂടെ എഴുതണം, പരിഹാരം കൂടെ എഴുതണം. സീലിംഗ് കിറ്റ് സ്ഥാപിക്കാൻ എഴുതിയാൽ മതി. അഗ്നിഭൂതത്തിൽ വരുന്ന മുറികളിൽ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക. അഗ്നിഭൂതത്തിൽ വരുന്ന മുറികളിൽ സീലിംഗ് കിറ്റ് സ്ഥാപിക്കുക.
എല്ലാ മുറിയിലും ഒരു അഗ്നിഹോത്രിയാണ് എല്ലാ മുറിയിലും വെക്കേണ്ടി വരും. ഓക്കെ, വിചാരിക്കുന്നു. അടുത്തത് സ്റ്റെയർ കേസിലെ ഡയറക്ഷൻ, സ്റ്റെയർ കേസിന്റെ ദിശയും അതുപോലെ തന്നെ പടികളുടെ എണ്ണവും. സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. പടികളുടെ എണ്ണം നമുക്കറിയാം, ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. ദിശയാണെങ്കിൽ അതിന് സ്റ്റെയർ കേസിന്റെ ദിശ, അതായത് നമ്മൾ കയറുന്ന ക്ലോക്ക് വൈസിൽ വേണം ചരിഞ്ഞ് കയറാൻ, പ്രദക്ഷിണ ദിശയിൽ വേണം, അപ്രദക്ഷിണമായിട്ട് കയറാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അപ്രദക്ഷിണമായിട്ടാണെങ്കിൽ ഒന്നുകിൽ അത് മാറ്റി ചെയ്യുക. പക്ഷെ അത് സാധാരണ ചെയ്യാറുള്ള ചെയ്തവരും ഉണ്ട്. സ്റ്റെയർ കേസ് പഴയത് പൊട്ടിച്ച് കളഞ്ഞ് പുതുതായിട്ട് ചെയ്തവരും ഉണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതൊരു നമുക്കറിയാം, ഒരു സ്റ്റെയർ കേസ് പൊട്ടിച്ച് വേറെ പണി ഒരുപാട് പണി വേറെ അതിനകത്ത് വരും. അപ്പോൾ ഇത് നമ്മൾ പിന്നെ കറക്ഷൻ എന്ന് പറയുമ്പോൾ താഴത്തെ 3 പടിയിലും മുകളിലത്തെ 3 പടിയിലും നമ്മൾ പിന്നെ സ്റ്റെയർ കേസ് എനർജൈസർ സ്ഥാപിക്കും. ബാക്കിയുള്ള പടികളിൽ സ്വസ്തിക് എനർജൈസറും സ്ഥാപിക്കും. അതിൻ്റെ പടം ഞാൻ കാണിച്ചു തരാം. സ്റ്റെയർ കേസിന്റെ ദിശയും പടികളുടെ എണ്ണവും റെഫർ ബുക്ക് 3 പേജ് 62-63. എഴുതിക്കൊള്ളു. ദിശ അപ്രദക്ഷിണമാണെങ്കിൽ താഴത്തെ 3 പടികളിലും മുകളിലത്തെ 3 പടികളിലും ഡോർ എനർജൈസർ സ്ഥാപിക്കുകയും, അവിടെ ചെറിയ തെറ്റുണ്ട്, ഡോർ എനർജൈസർ അല്ല, സ്റ്റെയർ കേസ് എനർജൈസറാണ്. ഇത് ഡോർ എനർജൈസറിന്റെ പർപ്പസ് വേറെയാണ്, എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ദിശ അപ്രദക്ഷിണമാണെങ്കിൽ താഴത്തെ 3 പടികളിലും മുകളിലത്തെ 3 പടികളിലും സ്റ്റെയർ കേസ് എനർജൈസർ സ്ഥാപിക്കുകയും നോക്കണം. സ്റ്റെയർ കേസ് എനർജൈസർ സ്ഥാപിക്കുകയും ബാക്കി പടികളിൽ സ്വസ്തിക് എനർജൈസർ സ്ഥാപിക്കുകയും ചെയ്ത് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കേണ്ടതാണ്. ആദ്യത്തെ എനർജൈസർ സ്റ്റെയർ കേസ് എനർജൈസർ കറക്റ്റ് ചെയ്യണം, ഡോർ എനർജൈസർ അല്ല. അത് ഡോറിന്റെ പിന്നെ എനർജി കുറയുന്നിടത്ത് ആണ് ഡോർ എനർജൈസർ വയ്ക്കുന്നത്. കാരണം മെയിൻ ഡോറിൽ എപ്പോഴും വയ്ക്കാറുള്ളതാണ് ഈ ഡോർ എനർജൈസർ. ദിശ അപ്രദക്ഷിണമാണെങ്കിൽ താഴത്തെ 3 പടികളിലും മുകളിലത്തെ 3 പടികളിലും സ്റ്റെയർ കേസ് എനർജൈസർ സ്ഥാപിക്കുകയും ബാക്കി പടികളിൽ സ്വസ്തിക് എനർജൈസർ സ്ഥാപിക്കുകയും ചെയ്ത് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പടം നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റെപ്പ് കയറി ഇടത്തോട്ടാണ് പോകുന്നത്. ഇത് ശരിയല്ല, നല്ലതല്ല. കാരണം സ്റ്റെയർ കേസ് അപ്രദക്ഷിണ ദിശയിലാണ് ഇത് പോയിരിക്കുന്നത്. അതിന്റെ കറക്ഷൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഒരു നീല നിറം നോക്കുക. ഇവിടെ താഴെ വന്നിരിക്കുന്നത് ഏറ്റവും താഴത്തെ പടി നോക്കുക. ഒരു ബ്ലൂ കളർ, റൈസ് വരുന്ന ഭാഗത്ത് ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസ് എനർജൈസറാണ്. അത് 3 പടികളിൽ വയ്ക്കും. 1, 2, 3 മധ്യത്തിലായി മിഡിലായിട്ട് ആ റൈസിന്റെ അവിടെ ഭാഗത്ത് അത് വയ്ക്കും. ഇതുപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ 3 പടിയിലും വെക്കണം. എന്നിട്ട് ഇടയ്ക്കുള്ള പടികളിലൊക്കെ പിന്നെ സ്വസ്തിക് എനർജൈസർ എന്ന സാധനമുണ്ട്, അത് വയ്ക്കണം. ഇത് സ്റ്റെയർ കേസ് എനർജൈസറാണ്. ആ പച്ച നിറത്തിൽ കാണുന്നതൊക്കെ സ്റ്റെയർ കേസ് എനർജൈസർ. ചുവന്ന നിറത്തിൽ വരുന്നത് ഇത് സ്വസ്തിക് എനർജൈസർ. സ്വസ്തിക് എനർജൈസർ. അത് ഈ സ്റ്റെയർ കേസ് എനർജൈസർ സ്ഥാപിക്കാത്ത പടികളിലെല്ലാം സ്വസ്തിക് എനർജൈസർ വയ്ക്കണം. ഈ സ്റ്റെയർ കേസ് എനർജൈസർ, ഈ സ്വസ്തിക് എനർജൈസറിന്റെ എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഇതാണ്. അപ്പോൾ അതിന്റെ എല്ലാം കൂടെ എഫക്റ്റ് വരുമ്പോഴത്തേക്ക് ഇതിന് ക്ലോക്ക് വൈസ് എഫക്റ്റ് വരും, എല്ലാ പടികളിലും വരും.
സാർ ഇത് ഏത് ലോഹമാണ്? മെറ്റലാണോ അതോ കോപ്പർ ആണോ? ഇത് പിന്നെ കോപ്പർ തന്നെ. ഈ സ്റ്റെയർ കേസ് രജിസ്റ്റർ കുറച്ച് പഴയ ടൈപ്പ് ഉണ്ട്, അത് കുറച്ച് നീളത്തില് അത് ഒരു ഈ പ്ലാസ്റ്റിക്കുമായിട്ട് യോജിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന നമുക്ക് മെറ്റലാണ്. മുമ്പ് ഒരു വേറൊരു ഇത് വന്നോണ്ടിരുന്നു. ഓക്കെ, കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും 13. ഇനി ഒരു 13 വീതിശൂല. വീതിശൂലയുടെ ബുക്ക് 3 പേജ് 63-64. അതിന് 3 പരിഹാരമാണ്. 1 ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡുകൾ, 2 പാക്വ മിറർ, പാക്വ കണ്ണാടി, 3 കട്ടിയുള്ള ദ്വാരങ്ങളില്ലാത്ത ഗേറ്റ്. അതിവിടെ കാണിച്ചു തരാം, പടം കാണിച്ചു തരാം. അത് ഈക്വൾ വീതിശൂലയ്ക്കുള്ള പരിഹാരങ്ങൾ. എഴുതി കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ, പടികളുടെ എണ്ണം ശരിയല്ലെങ്കിൽ, അത് നേരത്തെ ഉണ്ട്, പടികളുടെ എണ്ണം ശരിയല്ലെങ്കിൽ ഒരു പടി കൂട്ടിയോ കുറച്ചോ എണ്ണം ശരിയാക്കേണ്ടതാണ്. അത് നേരത്തെ ഉള്ള വീതിശൂലയുടെ അല്ല, സ്റ്റെയർ കേസിന്റെ പടികളുടെ എണ്ണമാണ്. അത് പടികളുടെ എണ്ണം ശരിയല്ലെങ്കിൽ ഒരു പടി കൂട്ടിയോ കുറച്ചോ എണ്ണം ശരിയാക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ നോക്കുക, മുകളിലത്തെ പടം നോക്കുക. മുകളിലത്തെ പടത്തിൽ ഇത് വീതിശൂല ഇങ്ങനെ വരികയാണ്, ഒരു വഴി ഇങ്ങനെ വന്ന് കയറുകയാണ്. പക്ഷെ അതിൻ്റെ നേരെ അല്ല വീട് വരുന്നത്. നോക്കുക, ആ വഴിയുടെ നേരെ അല്ല വീട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പിരമിഡ് മാത്രം ആ ഗേറ്റ്, അവിടെ ഗേറ്റ് വരുന്നിടത്ത് 2 പിരമിഡ് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി. ഈ ഒരു കറക്ഷൻ മാത്രം മതി. വീതിയുടെ നേരെ വീടിന്റെ ഭാഗം വരുന്നില്ലെങ്കിൽ ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് 2 നമ്പേഴ്സ് മാത്രം മതിയാകുന്നതാണ്. അത് ഈ പടവും വരച്ച് അത് എഴുതിക്കൊള്ളും. രണ്ടാമത്തെ പടം പിന്നെ വരയ്ക്കാം. ആദ്യത്തെ പടവും ഈ എഴുതിയേക്കുന്ന കൂടെ ചെയ്യാം. ഇത് രണ്ടാമത്തത് വീതിയുടെ നേരെ വീട് വരികയാണ്. അപ്പോൾ അവിടെ 3 കറക്ഷനും വേണം. ഒന്ന്, നമ്മൾ 2 പിരമിഡ് സ്ഥാപിച്ചു, അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് താഴോട്ട്, അതായത് മുഖത്തോട് മുഖം ഫേസ് ചെയ്യുന്ന വിധത്തിൽ. പിന്നെ കട്ടിയുള്ള ദ്വാരങ്ങളില്ലാത്ത ഒരു ഗേറ്റ് ഇവിടെ, ഈ ഡോറിന്റെ ഗേറ്റ് വെക്കണം. ആ ഗേറ്റ് കഴിയുന്നത് കാസ്റ്റ് അയൺ പോലെ കട്ടിയുള്ളത്. കാസ്റ്റ് അയൺ ഗേറ്റൊക്കെ നല്ല കട്ടിയാണ്. ആ കാസ്റ്റ് അയണിൽ ഇടയ്ക്ക് ദ്വാരമൊന്നും ഇല്ലാത്ത കട്ടിയുള്ള ഒരു ഗേറ്റ് സ്ഥാപിക്കണം. എന്നിട്ട് ഇതിനെ ഫേസ് ചെയ്തിട്ട് ഒരു പാക്കോ മിറർ വീട്ടിൽ വെക്കണം. ഈ 3 കറക്ഷനും ചെയ്യണം. ഈ വീതിയുടെ നേരെ വീട് വരികയാണ്. കട്ടിയുള്ള ദ്വാരങ്ങളില്ലാത്ത ഗേറ്റും പാക്വ മിററും പിന്നെ 2 പിരമിഡും. ഇവിടെ ആദ്യമുള്ള ഗേറ്റ് പ്രൊട്ടക്ഷൻ പിരമിഡ് 2 എണ്ണം മുഖത്തോട് മുഖം ഫേസ് ചെയ്ത് വെക്കണം. സമയം ഇപ്പോൾ 9:50 നമ്മൾ അടുത്തത് ഇപ്പം വീതിശൂല വരെ ആയിക്കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിച്ചതിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ. സംശയമൊന്നുമില്ല. സാർ, പാക്വ മിറർ എന്ന് പറയുന്നത് അത് വേറെ ഷേപ്പ് വല്ലതും ഉണ്ടോ?
വാക്വം എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് മിററാണ്. അത് നമ്മൾ സാധാരണ വീടിന്റെ കതകിന്റെ വെളിയിലൊക്കെ വെക്കുന്നതാണ്. കതകിന്റെ വീടിന്റെ അകത്ത് സാധനം വെക്കാറില്ല വാക്വം മിറർ. അത് നമ്മൾ പിന്നെ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി അകത്ത് കയറാതിരിക്കാനാണ്. അത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് വാക്വം മിറർ. അപ്പൊ അത് വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി വീടിന്റെ അകത്തോട്ട് പ്രവേശിക്കാതെ അത് തടയും. ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഒരു മിറർ, കോൺവെക്സ് മിററാണ്. വേറെ എന്തെങ്കിലും സംശയം? സാറേ മുട്ടതിരിനെ കുറിച്ച് ഇനിയും ക്ലാസ് ഉണ്ടോ? ഏത് മുട്ടതിര്? ഈ വീട് ഇപ്പൊ നമ്മൾ കന്നിമൂലയില് കുറ്റിയടി ഒരു പുതിയതായിട്ട് സ്ഥാനം കണ്ടു. അപ്പൊ വേറൊരു വീടിന്റെ മൂല അതിനോട് നേരെ ഇരിക്കുവാണെങ്കിൽ അത് മുട്ടതിരാണോ? ക്ലിയർ ആയില്ല എനിക്ക് ചോദ്യം. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു കന്നിമൂലയില് കുറ്റി അടിക്കാന്ന് വെച്ചോ. കന്നി മൂലയിലല്ല കുറ്റി അടിക്കേണ്ടത്, അറിയാമല്ലോ. കുറച്ച് മാറി, കുറച്ച് മാറി 2 മീറ്ററോളം ശരിക്കും ഞാൻ 1.98 1 മീറ്റർ 98 സെന്റിമീറ്റർ കിഴക്കോട്ടും കിഴക്കോട്ടും അതുപോലെ വടക്കോട്ടും മാറി ചേരുന്ന ആ പോയിന്റിലാണ് കുറ്റി അടിക്കേണ്ടത്. അതെ, അത് കഴിഞ്ഞു. അപ്പം ആ കുറ്റി അടിച്ച സ്ഥലം വേറൊരു വീടിന്റെ മൂല വരുന്നുണ്ടെങ്കിൽ അത് അല്ല, അതെങ്ങനെ വേറൊരു വീടിന്റെ മൂല അവിടെ വരുന്നത്? നമ്മുടെ വീടിനകത്തോട്ട് കയറി വരുമോ അടുത്ത വീടിന്റെ മൂല? ബൗണ്ടറി, നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞ അടുത്ത വീടിന്റെ ബൗണ്ടറിയുടെ ആ വീടിന്റെ ഒരു മൂലഭാഗമാണോ സെന്ററാണോ മുട്ടതിരായിട്ട് വരുന്നത്? എങ്ങനെയാ ക്ലിയർ? അത് വേറൊരു വീടിന്റെ മൂല ഒരിക്കലും നമ്മുടെ പിന്നെ ഇതിനെ അതായത് കുറ്റിയെ വേദിച്ച് വരൂല്ലല്ലോ. സാറേ ഈ റൂഫിന്റെ മൂലയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടില്ല? റൂഫിന്റെ ഇതുണ്ടല്ലോ, റൂഫിന്റെ അല്ല, വീടിന്റെ മൂല, വീടിന്റെ ഒരു മൂല, ഒരു മൂലയുടെ നേരെ കുറ്റി അടിക്കുന്നു, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഒരു മൂലയുടെ നേരെ നമ്മൾ അല്ല, അതിന് ഒന്നുമില്ല. കാരണം അവിടെ വേറെ നമ്മുടെ ഭിത്തിയൊക്കെ വരുമല്ലോ അതിനിടയ്ക്ക്. ബൗണ്ടറി ഇല്ലേ? നമ്മുടെ ഭിത്തി വരും, പിന്നെ നമ്മുടെ കോമ്പൗണ്ട് വാൾ വരും, അതൊക്കെ വരുന്നു. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ കുറ്റിയുടെയും അവരുടെ ഭിത്തിയുടെ ഇടയ്ക്ക്, ഭിത്തിയുടെ മൂല നേരെ വരികയാണെങ്കിൽ അതിനിടയ്ക്ക് വെച്ച് നമ്മുടെ വീടിന്റെ ഭിത്തിയുണ്ട്, അതുപോലെ അവരുടെ കോമ്പൗണ്ട്, നമ്മുടെയും അവരുടെയും ഉള്ള ഇടയ്ക്ക് വരുന്നൊരു കോമ്പൗണ്ട് വാൾ കാണും. അപ്പൊ ഇതൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ അതിന് വേറെ ഇത് വരില്ല. ഇങ്ങനെ കണ്ണാടി കർഷകമൊന്നും ആവശ്യമില്ല. പക്വ കണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല. പക്വ കണ്ണാടി അവിടെ വേണ്ട. വേറെ എന്തെങ്കിലും സംശയം? ഓക്കെ, അപ്പം നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ.